നമ്മുടെ ജൂറി ഇൻസ്ട്രക്ടർ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി സിസ്റ്റം മെയിൻ്റനൻസ് ICTSM എന്ന് പറയുന്ന എക്സാമിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കണ്ടിന്യൂഷൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ കുറച്ച് കണ്ടിന്യൂഷൻ പോർഷനും അതിന്റെ ഓരോരോ സോഴ്സും കാര്യങ്ങളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ മെയിൻലി നമ്മുടെ ക്വസ്റ്റ്യൻസ് ഫോക്കസ് ചെയ്തേക്കുന്ന ICTSM ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി സിസ്റ്റം മെയിൻ്റനൻസിന്റെ ഫസ്റ്റ് ഇയർ ആൻഡ് സെക്കൻഡ് ഇയർ ടെക്സ്റ്റ് ബുക്കിലാണ് മെയിൻലി നമ്മുടെ എല്ലാ കൺസെപ്റ്റ്സും ഫോക്കസ് ചെയ്തേക്കുന്നത്. സോ ഈ ടോപ്പിക്സ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസിന്റെ സൊല്യൂഷൻസ്, അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ്, ആ ടോപ്പിക്സ് എല്ലാം ഈ രണ്ട് ടെക്സ്റ്റ് ബുക്സിൽ കവർ ചെയ്തിട്ടുണ്ട്. സോ മെയിൻലി ആ ടെക്സ്റ്റ് ബുക്ക് ഫോക്കസ് ചെയ്ത് തന്നെ പഠിക്കുക. പിന്നെ അഡീഷണൽ ആയിട്ട് നമ്മൾ കുറച്ച് സോഴ്സസും ടെക്സ്റ്റ് ബുക്സും ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് വിൽ ബി ദ ഔട്ട്പുട്ട് ഓഫ് ദിസ് പ്രോഗ്രാം? തന്നിരിക്കുന്ന പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും ചോദിച്ചിരിക്കുന്നത്. ഒരു C പ്രോഗ്രാം തന്നിരിക്കുന്നത്. ഹാഷ് ഇൻക്ലൂഡ് ഡിസ്ട്രിബ്യൂട്ടർ മെയിൻ ഫംഗ്ഷനകത്ത് ഒരു എക്സ്പ്രഷൻ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇൻറ്റ് A is equal to 5 star 3 modulus of 6 minus 8 plus 3. എന്നിട്ട് എന്ത് ചെയ്യണം? പ്രിന്റ് ഓഫ് പെർസെന്റേജ് ദി A. പേര് നമ്മൾ എന്ത് ചെയ്യണം? പ്രിന്റ് ചെയ്യണം. ഇങ്ങനെ പ്രിന്റ് ചെയ്യുമ്പോൾ എയുടെ വാല്യൂ എന്തായിരിക്കും? 10 ആണോ, 2 ആണോ, -2 ആണോ, 3 ആണോ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ എത്തിയിരിക്കുന്നത് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് അല്ലെ. A is equal to 5 star 3 മോഡുലസ് ഓഫ് 6 minus 8 plus 3. അപ്പൊ ഒരുപാട് ഓപ്പറേറ്റേഴ്സ് ഇവിടെ ഉണ്ടല്ലേ. ഓപ്പറേറ്റേഴ്സും ഓപ്പറാൻസ് എല്ലാം കൂടെ ചേർന്ന ഒരു എക്സ്പ്രഷൻ ആണ് അല്ലെ. അപ്പൊ ഒരുപാട് ഓപ്പറേറ്റേഴ്സ് വരാൻ നേരം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അതിന്റെ പ്രസിഡൻസ് ചെക്ക് ചെയ്യും അല്ലെ. പ്രയോറിറ്റി ആർക്കാണോ കൂടുതലുള്ളത് അത് ആദ്യം ചെയ്തതിനു ശേഷം നമ്മൾ ബാക്കിയുള്ളത് ചെയ്ത് പോവാണ് നമ്മൾ ചെയ്യുന്നത് അല്ലെ. അപ്പൊ ആദ്യം നമുക്ക് ഇത്രയും പാർട്ട് നമുക്കൊന്ന് ചെയ്യാം. ഇത്രയും പാർട്ട് ചെയ്തതിനു ശേഷം പിന്നെ ഈ ഒരു പാർട്ടുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സബ്ട്രാക്ട് ചെയ്തെടുക്കാം അല്ലെ. ഇത്രയും പാർട്ടിൽ എന്താ വന്നേക്കുന്നത്? ഇപ്പോൾ എന്താ സ്റ്റാറും ഉണ്ട് മോഡുലസും ഉണ്ട്. സ്റ്റാറും മോഡുലസും വരുമ്പോൾ പ്രസിഡൻസ് റൂൾ വെച്ച് പ്രയോറിറ്റി കൂടുതൽ ആർക്കാണ്? സ്റ്റാറിനാണ് അല്ലെ. അപ്പൊ സ്റ്റാർ വേണം നമ്മൾ ആദ്യം ചെയ്യാൻ. അപ്പൊ 5 star 3 ചെയ്യാം. എന്താ 5 into 3 എന്ന് പറയുന്നത്? 15. അപ്പൊ നമുക്ക് ആദ്യത്തെ കിട്ടി. എന്താണ്? 15 ആണ് ആൻസർ കിട്ടി. ഇനി 15 നമ്മൾ എന്ത് ചെയ്യും? ബാക്കി ഇനി ഇവിടെ ഇപ്പൊ നമ്മൾ ഇത്രയും ഭാഗം ചെയ്തു. ഇനി ഇവിടെ ഉണ്ട് മോഡുലസ് 6 ഉണ്ട് അല്ലെ. അപ്പൊ 15 മോഡുലസ് 6 ആണ്. ഓക്കെ, ഡിവിഷൻ അല്ല, മോഡുലസ് ആണ്. മോഡുലസ് എന്ന് പറയുമ്പോൾ എന്താ വേണ്ടത്? റിമൈൻഡർ എന്താണോ അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? എടുക്കേണ്ടത്. കോഷ്യന്റ് അല്ല, റിമൈൻഡർ ആണ് നമ്മൾ എടുക്കേണ്ടത് അല്ലെ. 15 നമ്മൾ 6 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 2s are 12. റിമൈൻഡർ എന്ന് പറയുന്നത് എന്താണ്? 3 ആണ്. സോ ഈ 3 എന്നുള്ള വാല്യൂ എടുക്കേണ്ടത്, 2 അല്ല. അതാണല്ലോ മോഡുലസിന്റെ അർത്ഥം. അപ്പൊ 15 മോഡുലസ് ഓഫ് 6 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 3 ആണ്. അപ്പൊ നമുക്ക് ഇത്രയും പോർഷൻ ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടി? 3 എന്ന് കിട്ടി. ഇനി -8 + 3 എന്ന് പറയുമ്പോൾ എന്താ കിട്ടുന്നത്? -5 അല്ലെ. അപ്പൊ 3 - 5 ആണ് നമ്മുടെ ആൻസർ. 3 - 5 എന്ന് പറഞ്ഞാൽ എന്താണ്? -2 ആണ് അല്ലെ. സോ ഈ എക്സ്പ്രഷൻ സോൾവ് ചെയ്യുമ്പോൾ എയുടെ വാല്യൂ എന്തായിട്ടാ വരുന്നത്? -2. നമ്മളത് പ്രിന്റ് എഫ് വെച്ച് പ്രിന്റ് ചെയ്യുമ്പോൾ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കിട്ടുന്ന റിസൾട്ട് എന്താണ്? -2. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ C -2 ആണ്. ഓക്കെ, നമുക്ക് ലെറ്റസ് സി ബൈ യശ്വന്ത് ഖനേക്കർ എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ബുക്കിൽ ഇതിനെപ്പറ്റി ഡീറ്റെയിൽസ് ഉണ്ട്. മെയിൻലി എന്തായാലും ICTSത്തിന്റെ ടെക്സ്റ്റ് ബുക്ക് നോക്കി തന്നെ പോവാം. Okay, so next question, information on basic system configuration is stored in നമ്മുടെ എന്താ ബേസിക് സിസ്റ്റം കോൺഫിഗറേഷനെ പറ്റിയുള്ള ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ എവിടെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എന്നുള്ളതാണ്. ഓപ്ഷൻ A ബയോസ്, ഓപ്ഷൻ B CMOS, ഓപ്ഷൻ C config.sys, ഓപ്ഷൻ D ROM. അപ്പം എന്താണ് നമുക്ക് എന്താ ബേസിക് ആയിട്ട് നമ്മുടെ സിസ്റ്റം എങ്ങനെയാണ് കോൺഫിഗർ ചെയ്യുന്നത് എന്നുള്ള ഡേറ്റാസ് ഒക്കെയാണ് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത് അല്ലെ. അതെവിടെയാണ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? ഇപ്പൊ എന്താ ബയോസ്, CMOS, config.sys, ROM നമ്മൾ എവിടെ സേവ് ചെയ്ത് വെക്കുന്നത്? CMOSലല്ലേ. CMOSലാണ് ബയോസ് സെറ്റിംഗ്സ്, അതിന്റെ ഡേറ്റ്, ടൈം, ബൂട്ട് സീക്വൻസ്, ഹാർഡ് ഡ്രൈവിന്റെ സെറ്റിംഗ്സ്, പവർ മാനേജ്മെന്റ് സെറ്റിംഗ്സ്, പാസ്വേഡും ഹാർഡ്വെയർ കോൺഫിഗറേഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ സേവ് ചെയ്ത് വെക്കുന്നത് എവിടെയാണ്? CMOSലാണ് അല്ലെ. സോ ബയോസിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ബയോസ് എന്ന് പറഞ്ഞാൽ എന്താ? ബേസിക് ഇൻപുട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് സിസ്റ്റത്തിനെയാണ് നമ്മൾ ഇതെന്ന് വിളിക്കുന്നത് ബയോസ് എന്ന് വിളിക്കുന്നത് അല്ലെ. അതൊരു ഫേംവെയർ ആണ്. നമ്മൾ റോമിനകത്ത് സേവ് ചെയ്ത് വെക്കുന്ന ഒരു ഫേംവെയർ ആണ്. അതാണ് നമ്മുടെ ഹാർഡ്വെയർ ഇനിഷ്യലൈസ് ചെയ്യാൻ, ബൂട്ടിങ്ങിന്റെ സമയത്ത് ഹാർഡ്വെയർ ഇനിഷ്യലൈസ് ചെയ്യേണ്ട റെസ്പോൺസിബിൾ ആവുന്ന ഈ ബയോസ് ആണ്. പിന്നെ എന്ത് ചെയ്യും? CMOSനകത്തുള്ള സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ റീഡ് ചെയ്യും സ്റ്റാർട്ടപ്പിന്റെ സമയത്ത്. ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ബയോസ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. പക്ഷെ ഡേറ്റ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ആരാണ്? CMOS ആണ്. ബയോസ് ആണ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. പക്ഷെ ഈ എന്താ CMOS ആണ് എന്ത് ചെയ്യുന്നത്? സെറ്റിംഗ്സിന്റെ ഡേറ്റയും കാര്യങ്ങളും എല്ലാം എന്ത് ചെയ്യുന്നത്? സ്റ്റോർ ചെയ്ത് വെക്കുന്നത്.
പിന്നെ കോൺഫിഗ്.sys എന്താ ചെയ്യുന്ന ഒരു ഫയലാണല്ലേ, ഒരു ഓൾഡർ ആയിട്ടുള്ള DOS സിസ്റ്റംസിലൊക്കെ നമ്മൾ യൂസ് ചെയ്തിരുന്ന ഒരു ഫയലാണ്. അതൊരു ഹാർഡ്വെയർ ലെവൽ ഒന്നുമല്ല, സോഫ്റ്റ്വെയർ എൻവയോൺമെന്റ് സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് നോക്കിയിരുന്നത്. അല്ല ഒരു സിസ്റ്റം കോൺഫിഗറേഷൻ സെറ്റപ്പ് അല്ല നമ്മുടെ കോൺഫിഗ് എന്ന് പറഞ്ഞത്. ഈ ഒരു ഓപ്ഷൻ എന്താണ്, ഇൻകറക്റ്റ് ആണ്. പിന്നെ റോം അറിയാലോ, ഒരു റീഡ് ഒൺലി മെമ്മറിയാണ്. നമ്മുടെ ബയോസിന്റെ ഫേംവെയർ റിസൈഡ് ചെയ്തേക്കുന്ന അവിടെയാണ്. നമ്മൾ എന്താണ് ചേഞ്ചബിൾ ആയിട്ടുള്ള കോൺഫിഗറേഷൻ ഡേറ്റ റോമിനകത്തുള്ളത് നമ്മൾ എന്ത് ചെയ്യത്തില്ല, റീറൈറ്റ് ചെയ്യത്തില്ലല്ലോ, ഒരിക്കൽ സേവ് ചെയ്ത് കഴിഞ്ഞാൽ മാറ്റം വരത്തില്ലല്ലോ. സോ ചേഞ്ചബിൾ ആയിട്ടുള്ള കോൺഫിഗറേഷൻ ഡേറ്റ ഒന്നും നമ്മൾ എവിടെ വെക്കത്തില്ല, റോമിനകത്ത് വെക്കത്തില്ല അല്ലെ. സോ റോമും ഇൻകറക്റ്റ് ആണ്. സോ നമ്മുടെ ബേസിക് സിസ്റ്റം കോൺഫിഗറേഷൻ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത് എവിടെയാണ്, നമ്മുടെ CMOSലാണ്, കോംപ്ലിമെന്ററി മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ. അതാണ് CMOS എന്നത് സ്മോൾ എമൗണ്ട് ഓഫ് മെമ്മറി ആണ് അല്ലെ, ബാറ്ററി ബാക്ക്ഡ് ആയിട്ടുള്ള മദർ ബോർഡിനകത്തുള്ളതാണ്. അതാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ സിസ്റ്റം കോൺഫിഗറേഷൻ സെറ്റിംഗ്സ് എല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചേക്കുക. നമ്മുടെ സിസ്റ്റത്തിന്റെ ടൈമും ഡേറ്റും, ബൂട്ട് ചെയ്യേണ്ട സീക്വൻസ്, ഹാർഡ് ഡ്രൈവിന്റെ സെറ്റിംഗ്സ്, പവർ മാനേജ്മെന്റ് സെറ്റിംഗ്സ്, പാസ്വേർഡ്സ് ആൻഡ് ഹാർഡ്വെയർ കോൺഫിഗറേഷൻസ്, ഇതെല്ലാം. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി CMOS ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വേർ ഡു PC സ്റ്റോർ CMOS സെറ്റിംഗ്സ്? അപ്പൊ ഈ CMOSന്റെ സെറ്റിംഗ്സ് PC എവിടെയാണ് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നതാണ്? ഓപ്ഷൻ എ റാം, ഓപ്ഷൻ ബി ഫ്ലാഷ് റോം, ഓപ്ഷൻ സി സൗത്ത് ബ്രിഡ്ജ്, ഓപ്ഷൻ ഡി NVRAM. ഇതിൽ എവിടെയാണ് വെച്ചേക്കുന്നത്? അപ്പൊ CMOS എന്ന് പറഞ്ഞാൽ അറിയാലോ, സിസ്റ്റം കോൺഫിഗറേഷൻ ഡേറ്റ ആണ് അല്ലെ. സിസ്റ്റത്തിന്റെ ടൈമും ഡേറ്റും, ബൂട്ടിന്റെ ഓർഡർ, CPU അല്ലെങ്കിൽ മെമ്മറിയുടെ ഇൻഫോർമേഷൻ, ഹാർഡ്വെയറിന്റെ പാസ്വേർഡ്സ്, പവർ ആൻഡ് ഫാൻ സെറ്റിംഗ്സ്, ഇതെല്ലാം നമ്മൾ വെച്ചേക്കുന്ന സിസ്റ്റം കോൺഫിഗറേഷൻ ഡേറ്റയാണ് നമ്മുടെ CMOS സെറ്റിംഗ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സെറ്റിംഗ്സ് എല്ലാം നമ്മൾ ഹിസ്റ്റോറിക്കലി നമ്മൾ സേവ് ചെയ്ത് വെച്ചിരുന്നത് എവിടെയാണ്, CMOS റാമിലായിരുന്നു. CMOS റാമിലായിരുന്നു നമ്മൾ എന്ത് ചെയ്തിരുന്നത് കൊണ്ട്, അത് പണ്ടത്തെ വേർഷൻസിലൊക്കെ നമ്മൾ വെച്ചിരുന്നത് ചെറിയൊരു ബാറ്ററി പവർ ഒക്കെ ആയിട്ട്, RTC ബാറ്ററി എന്ന് പറയും, അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യായിരുന്നു, CMOS റാമിലായിരുന്നു വെച്ചിരുന്നത്. പക്ഷെ ആക്സസിബിൾ ആൻഡ് ബയോ സെറ്റപ്പ് യൂട്ടിലിറ്റി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു, ഇത് ആക്സസ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റുമായിരുന്നു. പക്ഷെ ഈ മോഡേൺ വേർഷൻസിലേക്ക് വന്നപ്പോഴത്തേക്ക് നമ്മൾ ഈ ഒരു സെപ്പറേറ്റ് CMOS റാം ചിപ്പ്, അങ്ങനെ ഒരു സെപ്പറേറ്റ് ആയിട്ടൊരു CMOSന്റെ റാം ചിപ്പ് നമ്മൾ എന്ത് ചെയ്തു, അവോയ്ഡ് ചെയ്തു. സോ അതിന് പകരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു നോൺ വോളറ്റൈൽ മെമ്മറി ആയ ഫ്ലാഷ് റൂമിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ സെറ്റിംഗ്സ് എല്ലാം എന്ത് ചെയ്ത് വെച്ചേക്കുന്നത്, സേവ് ചെയ്ത് വെച്ചേക്കുന്നത്. സോ പണ്ടായിരുന്നെങ്കിൽ നമ്മൾ CMOS റാം ചിപ്പ് എന്ന് പറഞ്ഞൊരു സെപ്പറേറ്റ് ചിപ്പ് ഉണ്ടായിരുന്നു, അതിനകത്തായിരുന്നു നമ്മൾ സേവ് ചെയ്ത് വെച്ചിരുന്നത്. ഇപ്പൊ നമ്മളത് സ്റ്റോർ ചെയ്യുന്നത് മോഡേൺ വേർഷൻസിലെല്ലാം സ്റ്റോർ ചെയ്യുന്നത് നോൺ വോളറ്റൈൽ ആയ മെമ്മറി, ഡേറ്റ ലോസ്റ്റ് ആവാത്ത നമ്മുടെ ഫ്ലാഷ് റൂമിനകത്താണ് വെച്ചേക്കുന്നത്. കാരണം എന്താണ്, സെറ്റിംഗ്സ് പെർസിസ്റ്റന്റ് ആയിട്ട് നിൽക്കും, പവർ ഇല്ലാതെ തന്നെ. പിന്നെ എന്താണ്, ബാറ്ററി ഒന്നും ആവശ്യമില്ല സെറ്റിംഗ്സ് റീറ്റെയിൻ ചെയ്യാനായിട്ട്, RTC മാത്രം മതിയായിരിക്കും. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്, ഓപ്ഷൻ ബി ഫ്ലാഷ് റോം ആണ്. ഫ്ലാഷ് റോമിലാണ് നമ്മൾ CMOSന്റെ സെറ്റിംഗ്സ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ക്യാൻ യു റിമൂവ് CMOS പാസ്വേഡ്? ഒരു CMOSന്റെ പാസ്വേഡ് നിങ്ങൾക്ക് എങ്ങനെയാണ് റിമൂവ് ചെയ്യാനായിട്ട് പറ്റുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ CMOSന്റെ പാസ്വേഡ് എന്നൊരു സെക്യൂരിറ്റി ഫീച്ചർ ആണല്ലോ, നമ്മൾ ബയോസ് അല്ലെങ്കിൽ CMOS സെറ്റപ്പിനകത്ത് ആക്സസ് റെസ്ട്രിക്ട് ചെയ്യാനായിട്ട്, ബയോസിലേക്കുള്ള ആക്സസ് റെസ്ട്രിക്ട് ചെയ്യാനായിട്ട്, പിന്നെ എന്താണ് ബൂട്ടിങ് പ്രിവെന്റ് ചെയ്യാൻ, അനാവശ്യമായിട്ടുള്ള ബൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് വെച്ചേക്കുന്നത്, ഈ ഒരു പാസ്വേഡ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പാസ്വേഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ബൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു പാസ്വേഡ് റിമൂവ് ചെയ്യണം. റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? Option A, flash the BIOS. Option B, change the system clock to 00000 format. And option C, send it back to factory. Option D, remove jumper on the motherboard. അപ്പൊ ഇതിൽ എന്ത് ചെയ്താലാണ് CMOSന്റെ പാസ്വേഡ് റിമൂവ് ആയി കിട്ടുക എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ CMOSനെ റിമൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുക എന്ന് പറയുന്നത്, ജമ്പർ, മദർ ബോർഡിൽ ഇരിക്കുന്ന ജമ്പർ റിമൂവ് ചെയ്യുകയാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. ഓക്കെ, കൂടുതൽ മദർ ബോർഡിനും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ജമ്പർ ഉണ്ടായിരിക്കും, ലേബിൾഡ് എന്താ CLR, CMOS, ക്ലിയർ, റീസെറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് സ്പെഷ്യൽ ജമ്പ് ഉണ്ടായിരിക്കും, ലേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതാണ് മദർ ബോർഡിനകത്ത്. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യുന്ന എന്താണ്, കമ്പ്യൂട്ടറിനെ പവർ ഓഫ് ചെയ്യും, പിന്നെ അത് അൺപ്ലഗ് ചെയ്യും, എന്നിട്ട് നമ്മുടെ CMOSന്റെ ജമ്പർ നമ്മുടെ മദർ ബോർഡിൽ എവിടെയാണ് എന്ന് ലൊക്കേറ്റ് ചെയ്യും. നമ്മൾ മാനുവൽ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ പറ്റും അല്ലേ. എന്നിട്ട് ആ ജമ്പറിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, മൂവ് ചെയ്യും.
ഡിഫോൾട്ട് പിന്നിൽ നിന്നും എന്ത് ചെയ്യും, നമ്മൾ ആ ഒരു പൊസിഷനിലേക്ക് എന്ത് ചെയ്യും, പൊസിഷൻ എന്ത് ചെയ്ത് വെക്കും, റീസെറ്റ് ചെയ്ത് വെക്കും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് സെക്കൻഡ് വെയിറ്റ് ചെയ്യും. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, അതിനുശേഷം എന്താവും, സിസ്റ്റം തിരിച്ച് നമ്മൾ പവർ ഓൺ ചെയ്യുമ്പോഴത്തേക്ക് പാസ്വേഡ് ആൻഡ് ബയോ സെറ്റിംഗ്സ് എന്തായിട്ടുണ്ടാവും, ക്ലിയർ ആയിട്ടുണ്ടാവും. സോ ഇങ്ങനെ ഒരു മദർ ബോർഡിനകത്തുള്ള ഒരു ജമ്പർ, സ്പെഷ്യൽ ജമ്പേഴ്സ് ഉണ്ട്. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പാസ്വേഡ്സ് നമ്മൾ റീസെറ്റ് ചെയ്യുന്നത്. സോ നമ്മുടെ ആദ്യത്തെ ഓപ്ഷൻ ആയിരുന്നു ഫ്ലാഷ് ദ ബയോസ്. ഫ്ലാഷ് ദ ബയോ എന്ന് പറയുന്നത് അപ്ഡേറ്റ്സ്, ഫേംവെയറിനെ അപ്ഡേറ്റ് ചെയ്യാന്നാ പറഞ്ഞത്. ഫേംവെയറിനെ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പാസ്വേഡ് ക്ലിയർ ആവണമെന്നില്ല, കൂടുതലും ബ്ലോക്ക്ഡ് ആവുക ചെയ്യുന്നത് പാസ്വേഡ് സെറ്റ് ആവുകയാണെങ്കിൽ. സോ ആദ്യത്തെ ഓപ്ഷൻ എന്താണ്, ഇൻകറക്റ്റ് ആണ്. രണ്ടാമത്തെ എന്താണ്, ചേഞ്ച് സിസ്റ്റം ക്ലോക്ക്. സിസ്റ്റം ക്ലോക്ക് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാസ്വേഡ് സെറ്റിംഗ്സിൽ യാതൊരു എഫക്റ്റും അത് എന്ത് ചെയ്യത്തില്ല. സോ ഓപ്ഷൻ ഡി ഇൻകറക്റ്റ് ആണ്. ഓപ്ഷൻ സി സെൻഡ് ഇറ്റ് ബാക്ക് ടു ഫാക്ടറി. അതെന്തായിരിക്കും, മദർ ബോർഡിന് എന്തെങ്കിലും ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ മാത്രമാണ്, അല്ലെങ്കിൽ അഡ്വാൻസ് സെക്യൂരിറ്റി വല്ലതും ലോക്ക്ഡൌൺ ആയി പോയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിന്റെ ആവശ്യമുള്ളൂ. സോ അതും ഇൻകറക്റ്റ് ആണ്. സോ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നതാണ് റിമൂവ് ജമ്പർ ഓൺ ദ മദർ ബോർഡ്. മദർ ബോർഡിനകത്തുള്ള ജമ്പർ റിമൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പാസ്വേഡ് റിമൂവ് ചെയ്യാം. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പവർ ഓൺ സെൽഫ് ടെസ്റ്റ് ചെക്സ് ഓൾ ഓഫ് ദ ഫോളോയിങ് എക്സെപ്റ്റ്. നമ്മുടെ പവർ ഓൺ സെൽഫ് ടെസ്റ്റ്, അല്ലെങ്കിൽ നമ്മൾ എന്താ ഷോർട്ടായിട്ട് വിളിക്കുന്നത്, പോസ്റ്റ് അല്ലെ. ഈ പോസ്റ്റ് എന്ന് പറയുന്നത് ഇതിനകത്തില് ചെക്ക് ചെയ്യാത്ത ഇതിനകത്തിൽ ഏതാണെന്ന് ചോദിച്ചത്. ഫസ്റ്റ് ഓപ്ഷൻ CPU, ഓപ്ഷൻ ബി മെമ്മറി, ഓപ്ഷൻ സി മോഡം, ഓപ്ഷൻ ഡി വീഡിയോ. അപ്പൊ ഇതിനകത്തിൽ ഏതാണ് നമ്മുടെ പോസ്റ്റ് ചെക്ക് ചെയ്യാത്തത്? പോസ്റ്റ് എന്ന് പറയുന്നത് പവർ ഓൺ സെൽഫ് ടെസ്റ്റ് അല്ലെ. അതൊരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിംഗ് സീക്വൻസ് ആണ്. നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ബേസിക് ഇൻപുട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് സിസ്റ്റം, നമ്മുടെ ബയോസ് റൺ ചെയ്യുമ്പോൾ ഇമീഡിയറ്റ്ലി നമ്മൾ നടത്തുന്ന ഒരു ടെസ്റ്റ് ആണ് അല്ലെ. കമ്പ്യൂട്ടർ പവർ ഓൺ ചെയ്ത് കഴിയുമ്പോൾ സമയത്ത് നമ്മൾ നടത്തുന്ന ഒരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിംഗ് സീക്വൻസ് ആണ് ഈ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത്. അതിന്റെ പ്രൈമറി പർപ്പസ് എന്ന് പറയുന്നത് എന്താണ്, എന്ത് വെരിഫൈ ചെയ്യാനാണ്, എസെൻഷ്യൽ ആയിട്ടുള്ള ഹാർഡ്വെയർ കമ്പോണൻസ് എല്ലാം കറക്റ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടോ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒക്കെ ലോഡ് ആവുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഹാർഡ്വെയർ കമ്പോണൻസ് എല്ലാം വർക്ക് ചെയ്യുന്നുണ്ടോ പ്രോപ്പർ ആയിട്ട് എന്ന് നോക്കുന്ന ആളാണ് എന്തെന്ന് പറയുന്നത് ഈ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് CPU. CPU എന്താണ്, പോസ്റ്റ് എന്ത് ചെയ്യും, ചെക്ക് ചെയ്യില്ല. നമ്മുടെ സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് വർക്ക് ചെയ്യുന്നുണ്ടോ, ഓപ്പറേഷനിലാണോ അല്ലയോ എന്നുള്ളത് എൻഷുർ ചെയ്യുക എന്നുള്ളത് ആരുടെ ഡ്യൂട്ടിയാണ്, പോസ്റ്റിന്റെ ഡ്യൂട്ടിയാണ്. സോ ഇതൊരു ഫണ്ടമെന്റൽ സിസ്റ്റത്തിന്റെ ഒരു ഫണ്ടമെന്റൽ കമ്പോണന്റ് ആയതുകൊണ്ട് ഇത് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, വെരിഫൈ ചെയ്യാറുണ്ട് നമ്മുടെ CPU വർക്കിംഗ് ആണോ അല്ലയോ എന്നുള്ളത്. സോ ഇത് എന്താണ്, നമ്മുടെ പോസ്റ്റ് ചെയ്യുന്നതാണ്. രണ്ടാമത്തെ മെമ്മറി. മെമ്മറി പോസ്റ്റ് എന്ത് ചെയ്യും, സിസ്റ്റത്തിന്റെ റാമിനെ എന്ത് ചെയ്യും, ടെസ്റ്റ് ചെയ്യാറുണ്ട്. അത് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യാറുണ്ടോ എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പോസ്റ്റ് എപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, സിസ്റ്റത്തിനകത്തുള്ള റാൻഡം ആക്സസ് മെമ്മറി എന്ത് ചെയ്യാറുണ്ട്, ടെസ്റ്റ് ചെയ്ത് നോക്കാറുണ്ട്. ഇതെന്താണ് ഭയങ്കര ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു കമ്പോണന്റ് തന്നെയാണ് സിസ്റ്റം മര്യാദയ്ക്ക് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട്. സോ മെമ്മറി നമ്മുടെ പോസ്റ്റ് എന്ത് ചെയ്യും, ടെസ്റ്റ് ചെയ്യാറുണ്ട്, ചെക്ക് ചെയ്യാറുണ്ട്. അടുത്ത എന്താണ്, മോഡം. ഓക്കെ, മോഡം എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ പോസ്റ്റ് ചെക്ക് ചെയ്യാറില്ല. കാരണം അതൊരു പെരിഫറൽ ഡിവൈസ് ആണ് അല്ലേ. പോസ്റ്റ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതാണ് കോർ ആയിട്ടുള്ള ഹാർഡ്വെയർ കമ്പോണൻസിനാണ്. CPU, മെമ്മറി, വീഡിയോ, അങ്ങനത്തെ കോർ ആയിട്ടുള്ള ഹാർഡ്വെയർ കമ്പോണൻസിനെയാണ് നോക്കുന്നത്. അത് സിസ്റ്റത്തിന് ബൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എസെൻഷ്യൽ ആയിട്ടുള്ള കമ്പോണൻസ് ഏതൊക്കെയാണ്, ഏതൊക്കെ ഹാർഡ്വെയർ കമ്പോണൻസ് ആണോ അതിനെയാണ് ഇതാക്കുന്നത്. അല്ലാതെ ഇങ്ങനത്തെ എക്സ്റ്റേണൽ പെരിഫറൽസ് ആയ മോഡം, പ്രിന്റർ, എക്സ്റ്റേണൽ ഡ്രൈവ്സ് അതൊന്നും നമ്മുടെ ഇനിഷ്യൽ ഹാർഡ്വെയറിന്റെ ചെക്കപ്പിനകത്ത് വരുന്നതല്ല. സോ നമ്മുടെ മോഡം എന്ത് ചെയ്യത്തില്ല, നമ്മുടെ പവർ ഓൺ സെൽഫ് ടെസ്റ്റ് എന്ത് ചെയ്യത്തില്ല, ചെക്ക് ചെയ്യത്തില്ല. ഓക്കെ, വീഡിയോ. ലാസ്റ്റ് ഓപ്ഷൻ വീഡിയോ. എന്ത് ചെയ്യും, വീഡിയോ കാർഡ് ഉണ്ട് എങ്കിൽ പുള്ളിക്കാരൻ എന്ത് ചെയ്യും, വീഡിയോ കാർഡ്, ഇന്റഗ്രേറ്റഡ് ഗ്രാഫിക്സ് ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ പോസ്റ്റ് എന്ത് ചെയ്യാറുണ്ട്, ചെക്ക് ചെയ്യാറുണ്ട്. നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഡിസ്പ്ലേ ഫംഗ്ഷനാലിറ്റി മര്യാദയ്ക്കാണോ വർക്ക് ചെയ്യുന്നത് എന്നറിയാനായിട്ട്. സോ ഓരോ മെസ്സേജും കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് എറർ ഒന്നും വരാതെ പ്രോപ്പർ ആയിട്ട് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ വേണ്ടി ഇത് ഇമ്പോർട്ടന്റ് ആണ്. സോ വീഡിയോയും ആരും നോക്കുന്നുണ്ട്, നമ്മുടെ പോസ്റ്റ് ചെക്ക് ചെയ്യുന്നുണ്ട്. സോ പോസ്റ്റ് ചെക്ക് ചെയ്യാത്തത് പെരിഫറൽ ഡിവൈസസിനെ മാത്രമാണ്. ഓക്കെ, മോഡം, പ്രിന്റർ, എക്സ്റ്റേണൽ ഡ്രൈവ്സ് ഒക്കെ പോലത്തെ പെരിഫറൽ ഡിവൈസസ് മാത്രമാണ് എന്ത് നോക്കാത്തത്, നമ്മുടെ പോസ്റ്റ് നോക്കാത്തത്. സോ ആൻസർ എന്ന് പറഞ്ഞത് ഓപ്ഷൻ സി മോഡം ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following is a special database that holds key system information including device drivers? Okay, ഇതിൽ ഏതാണ് സ്പെഷ്യൽ ഡേറ്റാബേസ്? ഓക്കെ, that holds key system information. സിസ്റ്റത്തെ പറ്റിയുള്ള കീ ഇൻഫോർമേഷൻ ഹോൾഡ് ചെയ്യുന്ന ഡിവൈസ് ഡ്രൈവേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ബൂട്ട് ഇൻ, ഓപ്ഷൻ ബി config.sys, ഓപ്ഷൻ സി system.in ആൻഡ് ഓപ്ഷൻ ഡി രജിസ്ട്രി. ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ വിൻഡോസിൽ രജിസ്ട്രി എന്ന് പറയുന്ന ഒരു ഹൈറാർക്കിക്കൽ ഡേറ്റാബേസ് ഉണ്ട്. നമ്മുടെ വിൻഡോസ് OS ഉപയോഗിക്കുന്ന എന്താ യൂസ് ചെയ്യുന്ന സിസ്റ്റത്തിന്റെ കോൺഫിഗറേഷൻ, യൂസറിന്റെ
റെഫറൻസ്, ഹാർഡ്വെയറിന്റെ സെറ്റിംഗ്സ്, ഡിവൈസ് ഡ്രൈവർ ഇൻഫോർമേഷൻ, സോഫ്റ്റ്വെയർ ആൻഡ് ആപ്ലിക്കേഷൻ സെറ്റിംഗ്സ്, ഇതെല്ലാം സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ആരെന്ന് പറയുന്നത് ഈ ഒരു രജിസ്ട്രി എന്ന് പറയുന്ന സാധനം അല്ലേ, രജിസ്ട്രി. സോ എന്താണ് സെൻട്രൽ ലൊക്കേഷൻ ആണ് വേറെ നമ്മുടെ വിൻഡോസും വേറെ ഒരുപാട് പ്രോഗ്രാംസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെറ്റിംഗ്സും ഒക്കെ വെക്കാം, സെറ്റിംഗ്സും ഓപ്ഷൻസും ഒക്കെ നമുക്ക് വെക്കാവുന്ന ഒരു സെൻട്രൽ ലൊക്കേഷൻ ആണ് ഈ ഒരു രജിസ്ട്രി എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ നാളെ ഓരോ ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്, ബൂട്ട് ഡോട്ട് ഇൻ. ബൂട്ട് ഡോട്ട് ഇൻ എന്ന് പറയുന്നത് വിൻഡോസിന്റെ ഓൾഡർ വേർഷൻസിലൊക്കെ യൂസ് ചെയ്തതാണ് ഒരു ബൂട്ട് ഓപ്ഷൻസ് നമുക്ക് ഡിഫൈൻ ചെയ്യാനായിട്ട്. ഇതിപ്പോ നമ്മൾ മോഡേൺ വിൻഡോസിൽ യൂസ് ചെയ്യാറേ ഇല്ല ഈ ബൂട്ട് ഡോട്ട് ഇൻ എന്ന് പറയുന്നത്. രണ്ടാമത്തേതാണ് കോൺഫിഗ് ഡോട്ട് സിസ്. കോൺഫിഗ് ഡോട്ട് സിസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു DOS കോൺഫിഗറേഷൻ ഫയലാണ്, ഡ്രൈവേഴ്സും മെമ്മറി മാനേജ്മെന്റും ഒക്കെ ലോഡ് ചെയ്യാനായിട്ട്. ഓക്കെ, സോ ഇത് എന്തല്ല നമുക്ക് വേണ്ട ആൻസർ അല്ല. അടുത്തെന്താണ് സിസ്റ്റം ഡോട്ട് ഇൻ. സിസ്റ്റം ഡോട്ട് ഇൻ എന്ന് പറയുന്നത് എന്താണ്, വിൻഡോസ് 3.x അല്ലെങ്കിൽ 9x ഉപയോഗിച്ചിരുന്നതാ സിസ്റ്റം സെറ്റിംഗ്സ് ഒക്കെ ലോഡ് ചെയ്യാനായിട്ട്. സോ അത് ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യാറില്ല. സോ ഇതുമല്ല നമ്മുടെ ആൻസർ. രജിസ്റ്റർ ചെയ്യാൻ കാരണം എന്താണ്, ഇപ്പൊ മോഡേൺ ഡേറ്റാബേസിൽ വിൻഡോസിന്റെ മോഡേൺ ഡേറ്റാബേസിൽ ആക്റ്റീവ് ആയിട്ടുള്ളത് ഈ രജിസ്ട്രി മാത്രമാണ്. അതാണ് സിസ്റ്റത്തിന്റെ വൈഡ് കോൺഫിഗറേഷൻ ഹോൾഡ് ചെയ്യുന്നതും ഇൻസ്റ്റാൾഡ് ഡ്രൈവേഴ്സിനെയും സർവീസസിനെ ഒക്കെ ട്രാക്ക് ചെയ്യുന്നതും സ്റ്റാർട്ടപ്പ് ആപ്ലിക്കേഷൻസിനെ ഒക്കെ മാനേജ് ചെയ്യുന്നതും യൂസർ അക്കൗണ്ട് ഡേറ്റ ഒക്കെ സ്റ്റോർ ചെയ്യുന്നതും ഒക്കെ ആരാണ്, നമ്മുടെ രജിസ്ട്രി ആണ്. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി രജിസ്ട്രി ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, IDE cables have how many pins? എത്ര പിൻസ് ആണ് നമ്മുടെ IDE കേബിൾസിന് ഉള്ളത് എന്നാണ് ചോദിച്ചേക്കുന്നത്. 24, 32, 40, 64. അപ്പം നമ്മുടെ IDE എന്ന് പറഞ്ഞാൽ എന്താ, ഇന്റഗ്രേറ്റഡ് ഡ്രൈവ് ഇലക്ട്രോണിക്സ് കേബിൾ ആണ് അല്ലെ. ആ കേബിളിന് അല്ലെങ്കിൽ അതിന് ഒന്നുകൂടെ നമ്മൾ എന്താ പാരലൽ ATA എന്ന് നമ്മൾ വിളിക്കാറുണ്ട് അല്ലെ, PATA എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. ഏത് പേര് വേണമെങ്കിലും ചോദിക്കാം കേട്ടോ, PATA ഇങ്ങനെ വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. സി ടൈപ്പ് ഓഫ് കേബിൾ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന എന്തിനാണ്, ഹാർഡ് ഡ്രൈവ്സും ഒപ്റ്റിക്കൽ ഡ്രൈവ്സും. പഴയ ഓൾഡർ കമ്പ്യൂട്ടർ സിസ്റ്റത്തിനകത്ത് ഹാർഡ് ഡ്രൈവ്സും ഒപ്റ്റിക്കൽ ഡ്രൈവ്സും തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ എന്ത് യൂസ് ചെയ്തിരുന്നത്, പഴയ കമ്പ്യൂട്ടറിലേക്കൊക്കെ അല്ലെ, പണ്ട് ഉപയോഗിച്ചിരുന്ന സിസ്റ്റത്തിലേക്ക് ഹാർഡ് ഡ്രൈവ്സും നമ്മുടെ ഒപ്റ്റിക്കൽ ഡ്രൈവ്സും ഒക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ എന്ത് യൂസ് ചെയ്തിരുന്നത്, ഈ ഒരു IDE കേബിൾസ് യൂസ് ചെയ്തിരുന്നത്. ഇന്റഗ്രേറ്റഡ് ഡ്രൈവ് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ പാരലൽ ATA എന്ന് പറയുന്ന കേബിൾസ് നമ്മൾ യൂസ് ചെയ്തിരുന്നത്. സോ ഇതിന്റെ കീ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സ്റ്റാൻഡേർഡ് IDE കേബിളിന് എത്ര പിൻസ് ആയിരിക്കും ഉണ്ടാവുന്നത്, 40 പിൻസ് ആയിരിക്കും ഉണ്ടാവുന്നത് അല്ലെ. ഈ പിൻസ് എന്തിനാ യൂസ് ചെയ്യുന്നത്, ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് അല്ലെ. പിന്നെ എന്താണ്, മദർ ബോർഡും സ്റ്റോറേജ് ഡിവൈസും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട്, പിന്നെ ഡേറ്റ ട്രാൻസ്ഫറിന് വേണ്ടിയാണ് മെയിൻലി നമ്മൾ ഈ പിൻസ് യൂസ് ചെയ്യുന്നത്. സോ ഈ IDE കേബിൾസിൽ എത്ര പിൻസാ ഉള്ളത്, 40 പിൻസ് ആണ് ഉള്ളത്. പിന്നെ വന്ന വേർഷൻസ്, അതായത് അൾട്രാ ATA bar66 അല്ലെങ്കിൽ അതിലും മുകളിലേക്കുള്ളതിലേക്കൊക്കെ 80 വയർ കേബിൾ ഒക്കെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ, പക്ഷെ അതിന് നമ്മൾ എന്താണ് യൂസ് ചെയ്തത് 40 പിൻസ് തന്നെയാണ്. ബാക്കിയുള്ള എക്സ്ട്രാ വയേഴ്സ് നമ്മൾ ഇന്റർഫറൻസും അല്ലെങ്കിൽ ബാക്ക്വേർഡ് കോമ്പാറ്റബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ ആയിട്ട് വേണ്ടിയായിരുന്നു യൂസ് ചെയ്തിരുന്നത്. ഓക്കെ, സോ 24 അല്ല 24 എന്ന് പറയുമ്പോൾ എന്താ, ഫ്യൂ പിൻസ് IDEക്കകത്ത് കുറെ കുറവാണ്. 32 അല്ല, എന്താണ് 40 ആണ്. ഓക്കെ, സോ 40 പിൻസ് ആയിരിക്കും നമ്മുടെ IDE കേബിൾസിനകത്ത് ഉണ്ടാവുന്നത്. ഒരു സ്റ്റാൻഡേർഡ് IDE കേബിൾ കൺസിസ്റ്റ് ഓഫ് 40 പിൻ കണക്ടർ. ഓക്കെ, സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഇതൊക്കെ നമ്മുടെ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സോ അതൊക്കെ നോക്കി പോവുക. ഓരോ സിലബസും ഓരോ മൊഡ്യൂളും പഠിച്ചു പോകുമ്പോൾ ഇതൊക്കെ പ്രയോറിറ്റൈസ് ചെയ്ത് തന്നെ പഠിച്ചു പോവുക. മെയിൻലി നമ്മുടെ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി സിസ്റ്റം മെയിൻ്റനൻസ് ടെക്സ്റ്റ് ബുക്ക് തന്നെ എടുത്തു വെച്ചിട്ട് പഠിക്കുക. ഈ ടോപ്പിക്സ് എല്ലാം അതിൽ കവറായിട്ട് പോകുന്നുണ്ട്. സോ നിങ്ങൾ അതിൽ തന്നെ കോൺസെൻട്രേറ്റ്, ആ ടെക്സ്റ്റ് ബുക്ക് കോൺസെൻട്രേറ്റ് തന്നെ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഒരു ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന മൊത്തം ആ ഒരു ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി സിസ്റ്റം മെയിൻ്റനൻസിന്റെ മെയിൻ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, ഫസ്റ്റ് ഇയറിന്റെയും സെക്കൻഡ് ഇയറിന്റെയും. ആ രണ്ട് ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് എല്ലാം ഇടുന്നത്. സോ ആ ടെക്സ്റ്റ് ബുക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് തന്നെ പോവുക. പിന്നെ നമുക്ക് അഡീഷണൽ സോഴ്സസ് ആയിട്ട് ഞാൻ ഇവിടെ ഓരോ ക്വസ്റ്റ്യന്റിനെയും ഞാൻ മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ട്. സോ ഈ ടോപ്പിക്സ് എല്ലാം ആ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കവർ ആയിട്ട് പോയിട്ടുള്ളത് തന്നെയാണ്. സോ അത് മെയിൻലി അത് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങൾ പഠിച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് കൺട്രോളർ സപ്പോർട്ട്സ് ആൻ എക്സ്റ്റേണൽ CD ഡ്രൈവ്? എക്സ്റ്റേണൽ CD ഡ്രൈവ് ഇതിൽ ഏത് കൺട്രോളർ ആണ് സപ്പോർട്ട് ചെയ്യുന്നത്? A ESDI, B MFM, C SCSI, D ARLL. ഇതിൽ ഏത് കൺട്രോളർ ആണ് ഈ ഒരു എക്സ്റ്റേണൽ CD ഡ്രൈവിനെ എന്ത് ചെയ്യുന്നത്, സപ്പോർട്ട് ചെയ്യുന്നതെന്നാ ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പൊ ഈ ഒരു എന്താ SCSI അല്ലയോ നമ്മുടെ ഒരു എക്സ്റ്റേണൽ CD ഡ്രൈവിനെ സപ്പോർട്ട് ചെയ്യുന്നത്. എന്താണ് SCSI? ഇപ്പൊ ഈ ഒരു ESDIയും
ESDI MFM എന്ന് പറയുന്നതാണ് ഓൾഡർ ഹാർഡ് ഡിസ്ക് ഇന്റർഫേസിലൊക്കെ നമ്മൾ ഉപയോഗിച്ചിരുന്നതാണ് അല്ലെ. അതിപ്പോ ടിപ്പിക്കലി നമ്മുടെ എക്സ്റ്റേണൽ പെരിഫറൽസിനെ ഒന്നും എന്ത് ചെയ്യാറില്ല, സപ്പോർട്ട് ചെയ്യാറില്ല. അതുകൊണ്ട് അത് രണ്ടും നമ്മൾ യൂസ് ചെയ്യാറില്ല. പിന്നെ ഉള്ളതാണ് ARLL. അതും എന്താണ്, ഒരു സ്റ്റാൻഡേർഡ് കൺട്രോൾ ടൈപ്പ് അല്ല. ഓക്കെ, നമ്മുടെ എക്സ്റ്റേണൽ CD ഡ്രൈവ് സപ്പോർട്ട് കൊടുക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് കൺട്രോൾ ടൈപ്പ് അസോസിയേറ്റഡ് അല്ല നമ്മുടെ ARLL. ഈ 3 ഓപ്ഷൻസ് എന്താണ്, ഇൻകറക്റ്റ് ആണ്. പിന്നെ ഉള്ളതാണ് SCSI. എന്താണ് SCSI എന്ന് പറയുന്നത്? സ്മോൾ കമ്പ്യൂട്ടർ സിസ്റ്റം ഇന്റർഫേസ് അല്ലെ. അതിനെയാണ് നമ്മൾ SCSI എന്ന് പറയുന്നത്. അതെന്താണ്, ഒരു സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ആണ്, കണക്ട് ചെയ്യാനായിട്ടുള്ള ഒരു സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ആണ് അല്ലെ. പിന്നെ എന്തിനാണ്, കമ്പ്യൂട്ടേഴ്സും അതിന്റെ പെരിഫറൽ ഡിവൈസസിന്റെ ഇടയിൽ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്, ഈ ഒരു SCSI യൂസ് ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ മെയിൻലി നമ്മൾ ഇത് അറിയപ്പെടുന്ന എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്, എക്സ്റ്റേണലും ഇന്റേണൽ ഡിവൈസസിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട്. പിന്നെ എന്താണ്, മൾട്ടിപ്പിൾ ഡിവൈസിന് എന്താണ് കേപ്പബിൾ ആണ് അല്ലെ. 7 കൂടുതൽ ഡിവൈസസ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സിംഗിൾ ബസ്സിൽ കണക്ട് ചെയ്യാനായിട്ട് പറ്റും. സോ അത് ഫ്ലെക്സിബിളും ആണ്, മൾട്ടിപ്പിൾ ഡിവൈസ് കേപ്പബിളും ആണ്. പിന്നെ കോമൺലി നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഏതൊക്കെ ഡിവൈസിലാണ്, CD ഡ്രൈവ്സ്, ഹാർഡ് ഡ്രൈവ്സ്, സ്കാനേഴ്സ്, പ്രിന്റേഴ്സ്, ഇങ്ങനത്തെ ഡിവൈസസിലേക്കൊക്കെയാണ് നമ്മൾ മെയിൻലി ഒരു SCSI സ്മോൾ കമ്പ്യൂട്ടർ സിസ്റ്റം ഇന്റർഫേസിനെ നമ്മൾ എന്ത് ചെയ്യാറ്, യൂസ് ചെയ്യാറുള്ളത്. സോ ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഓപ്ഷൻ SCSI ആണ്. ഓക്കെ, so next question. Which of the following describes a fragmented hard disk? ഒരു fragmented hard diskനെ describe ചെയ്യുന്നതിൽ ഏതാണ്? Option A, files are corrupted. Option B, clusters of data are damaged. Option C, storage media is damaged. Option D, files are not stored in consecutive clusters. അപ്പൊ ഇതിൽ ഏതാണ് നമ്മുടെ ആൻസർ എന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ് ഹാർഡ് ഡിസ്ക് ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്നത്? എന്താ, ഒരു ഫ്രാഗ്മെന്റഡ് ഹാർഡ് ഡിസ്ക് ഒക്കെ എപ്പോഴാണ്, ഫയൽസിന് കോൺസിക്യൂട്ടീവ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കോൺസിക്യൂട്ടീവ് ക്ലസ്റ്റേഴ്സ് അല്ലെങ്കിൽ അഡ്ജസന്റ് ആയിട്ടുള്ള ക്ലസ്റ്റേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, സ്റ്റോർ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിലാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫ്രാഗ്മെന്റഡ് ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷനിലേക്ക് അത് പോകുന്നത് അല്ലേ. സോ ഇൻസ്റ്റഡ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സിംഗിൾ ഫയലിനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സ്കാറ്റർ ചെയ്യാൻ പറ്റും അല്ലെ. ഡിഫറെന്റ് ഫിസിക്കൽ ലൊക്കേഷനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കാറ്റർ ചെയ്യിക്കാനായിട്ടായിരിക്കും പറ്റുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഒരു ഫ്രാഗ്മെന്റേഷൻ ഹാപ്പൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഫയൽസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിനെ മോഡിഫൈ ചെയ്യുകയോ അല്ലെങ്കിൽ കുറച്ച് സമയം കഴിയുമ്പോൾ ഡിലീറ്റ് ചെയ്യുകയോ ചെയ്യുമ്പോൾ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ത് ചെയ്യും, ഡേറ്റ എന്ത് ചെയ്ത് വെക്കും, സ്റ്റോർ ചെയ്ത് വെക്കും അല്ലെ. ആദ്യം ഏത് ഫ്രീ സ്പേസ് ആണോ അവൈലബിൾ ഉള്ളത് അങ്ങോട്ട് എന്ത് വെക്കും, നമ്മുടെ ഡേറ്റ എന്ത് ചെയ്ത് വെക്കും, സ്റ്റോർ ചെയ്ത് വെക്കും അല്ലെ. സോ ഫയൽ ഗ്രോ ചെയ്യുമ്പോൾ എന്താവും, പുതിയ പുതിയ ഫയൽസ് എന്തായിക്കൊണ്ടേയിരിക്കും, സേവ് ആയിക്കൊണ്ടേയിരിക്കും. അതപ്പോ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, സ്പ്ലിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക, ഒരു കണ്ടിന്യൂസ് ബ്ലോക്ക് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പൊ കണ്ടിന്യൂസ് സ്പേസ് അവൈലബിൾ അല്ല എങ്കിൽ. സോ ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കുമ്പോൾ എന്താവും, ഒരു സ്ലോയർ ആയിട്ടുള്ള റീഡ് അല്ലെങ്കിൽ റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും ഫയലിലേക്കുള്ള റീഡും റൈറ്റും ഓപ്പറേഷൻ എന്തായിക്കൊണ്ടേയിരിക്കും, സ്ലോ ആയിക്കൊണ്ടേയിരിക്കും അല്ലേ. കാരണം ഡിസ്കിന്റെ ഹെഡ് എങ്ങോട്ടാ മൂവ് ചെയ്യുന്നത്, മൾട്ടിപ്പിൾ ലൊക്കേഷൻസിലേക്ക് പോകുന്നുണ്ട് ഒരു സിംഗിൾ ഫയൽ റിട്രീവ് ചെയ്യാനായിട്ട്. സോ ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്താ പറയുക, ഫ്രാഗ്മെന്റേഷൻ ഹാർഡ് ഡിസ്ക് സംഭവിക്കുന്നത് അങ്ങനെയാണ് അല്ലേ. സോ നമുക്കിനി എന്ത് ചെയ്യാം, ഇത് ഓരോരോ ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്, ഫയൽസ് ആർ കറപ്റ്റഡ്. ഫ്രാഗ്മെന്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫയൽസ് കറക്റ്റ് ആയി പോയി എന്നല്ല, അവിടെ ഇന്റാക്ട് ആയിട്ട് തന്നെ ഉണ്ട്, പക്ഷെ ഇൻഎഫിഷ്യന്റ്ലി ആണ് എന്ത് ചെയ്തേക്കുന്നത്, സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത് അല്ലെ. എവിടെയാണ് കൃത്യമായിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത് നമുക്ക് അറിയത്തില്ല. സോ ഫസ്റ്റ് ഓപ്ഷൻ ഇൻകറക്റ്റ് ആണ്. രണ്ടാമത്തെ ക്ലസ്റ്റേഴ്സ് ഓഫ് ഡേറ്റ ഡാമേജ്ഡ്. ക്ലസ്റ്റേഴ്സ് ഓഫ് ഡേറ്റ ഡാമേജ് എന്ന് പറയുമ്പോൾ എന്താണ്, ഫ്രാഗ്മെന്റേഷൻ എന്ത് ചെയ്യത്തില്ല, ഡേറ്റ എന്ത് ചെയ്യത്തില്ല, ഡാമേജ് ചെയ്യത്തില്ല. അതിന്റെ ഫിസിക്കലി എവിടെയാണ് അത് അറേഞ്ച് ചെയ്തേക്കുന്നത് അതിനെ മാത്രമേ ഇത് അഫക്ട് ചെയ്യത്തുള്ളൂ അല്ലേ. സോ ഓപ്ഷൻ ബിയും ഇൻകറക്റ്റ് ആണ്. ഓപ്ഷൻ സി, സ്റ്റോറേജ് മീഡിയ ഈസ് ഡാമേജ്ഡ്. എന്താണ്, ഫ്രാഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ ലോജിക്കൽ സ്റ്റോറേജ് ഇഷ്യൂ ആണ്. അപ്പൊ അതിൽ എന്ത് ചെയ്തില്ല, ഫിസിക്കൽ ഡാമേജ് ഡിസ്കിൽ എന്ത് ചെയ്യത്തില്ല, അത് വരുത്തത്തില്ല. സോ ഓപ്ഷൻ സിയും ഇൻകറക്റ്റ് ആണ്. അടുത്ത, ഫയൽസ് ആർ നോട്ട് സ്റ്റോർഡ് ഇൻ കോൺസിക്യൂട്ടീവ് ക്ലസ്റ്റേഴ്സ് ആണല്ലോ. നമ്മുടെ ഫ്രാഗ്മെന്റേഷന്റെ ഡെഫിനിഷൻ ഏതാണല്ലോ, ഫയൽസ് എന്തെങ്കിലും സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. നോൺ അഡ്ജസ്റ്റന്റ് ആയിട്ടുള്ള അടുത്തടുത്തല്ലാത്ത പാർട്സിലേക്ക് എന്ത് ചെയ്യുന്നത്, സ്പ്ലിറ്റ് ചെയ്താണ് ഇപ്പോൾ എന്തായിരിക്കുന്നത്, സേവ് ആയിരിക്കുന്നത്. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, ഫയൽസ് ആർ നോട്ട് സ്റ്റോർഡ് ഇൻ കോൺസിക്യൂട്ടീവ് ക്ലസ്റ്റേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A 16-bit address bus can generate dash addresses. ഒരു 16-bit address ബസ്സിന് എത്ര അഡ്രസ്സസ് ആണ് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പം എന്താ, ഒരു അഡ്രസ് ബസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സെറ്റ് ഓഫ് വയേഴ്സ് അല്ലെങ്കിൽ ട്രേസസ് ആണ് അല്ലെ. നമ്മുടെ CPU ഉപയോഗിക്കുന്ന മെമ്മറി അഡ്രസ്സസിനെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി നമ്മുടെ CPU ഉപയോഗിക്കുന്ന ഒരു സെറ്റ് ഓഫ് വയേഴ്സ് അല്ലെങ്കിൽ ട്രേസസിനെയാണ് നമ്മൾ വിളിക്കുന്നത് അഡ്രസ് ബസ് വിളിക്കുന്നത്.
ഇനി ഈ ഒരു അഡ്രസ് ബസിന്റെ വിഡ്ത്ത് അത് ബിറ്റ്സിലാണല്ലോ പറയുന്നത്. അത് ഡിറ്റർമൈൻ ചെയ്യും എത്ര യുണീക്ക് ആയിട്ടുള്ള മെമ്മറി അഡ്രസ് ഒരു സിസ്റ്റത്തിന് ആക്സസ് ചെയ്യാൻ പറ്റും എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്ന എന്താണ് ഒരു അഡ്രസ് ബസിന്റെ വിഡ്ത്ത് അല്ലെങ്കിൽ ബിറ്റ്സ് ആണ് അല്ലെ. അപ്പൊ ഒരു 16-ബിറ്റ് അഡ്രസ് ബസ് എന്ന് വെച്ചാൽ എന്താ അതിന്റെ അർത്ഥം? നമ്മുടെ സി പി യുവിന് എന്താ 16 ബിറ്റ് ഓഫ് അഡ്രസ് ഇൻഫർമേഷൻ എന്ത് ചെയ്യാൻ പറ്റും? സെൻഡ് ചെയ്യാനായിട്ട് പറ്റും. അതിന്റെ ഓരോ ബിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒന്നുകിൽ ഒരു 0 ആകാം, ഒരു 1 ആകാം അല്ലെ. ഒരു ബിറ്റ് എന്ന് പറഞ്ഞാൽ 0 അല്ലെങ്കിൽ 1 എന്നാണല്ലോ ഒരു ബിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ 16-ബിറ്റ് അഡ്രസ് ബസ് എന്ന് പറയുമ്പോൾ എന്താ? നമ്മുടെ സി പി യുവിന് 16 ബിറ്റ്സ് ഓഫ് അഡ്രസ് ഇൻഫർമേഷൻ എന്ത് ചെയ്യാൻ പറ്റും? സെൻഡ് ചെയ്യാനായിട്ട് പറ്റും അല്ലെ. അപ്പൊ ടോട്ടൽ പോസിബിൾ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 2:16 ആണ്. 2:16 എന്ന് പറയുന്നത് 65,536 ആണ്. സോ നമ്മുടെ സി പി യുവിന് 65,536 യുണീക്ക് മെമ്മറി ലൊക്കേഷൻസ് എന്ത് ചെയ്യാൻ പറ്റും? ആക്സസ് ചെയ്യാനായിട്ട് പറ്റും അല്ലെ. സോ നമ്മുടെ മെമ്മറി അഡ്രസ് സ്റ്റാർട്ട് ചെയ്യുന്ന എവിടുന്നാണ്? 0-ൽ നിന്ന് 0 തൊട്ട് 65,536 ഇത്രയും ലൊക്കേഷൻസിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? പറ്റുന്നുണ്ട്. 36 വരെ പോലെ 35 വരെ അല്ലെ, 36 ലാസ്റ്റ്. അപ്പൊ ഇത്രയും മെമ്മറി ഇതിന് ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള 36-ന്റെ ഇടയ്ക്ക് 0-ക്കും ഇത്രയും ഉള്ള ലൊക്കേഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആക്സസ് ചെയ്യാനായിട്ട് പറ്റും അല്ലയോ. ഓക്കെ, സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ എ ആണ്. 65,536 ബിറ്റ് ആണ് എന്ത് ചെയ്യുന്നത്? അഡ്രസ് ആണ്. അത്രയും മെമ്മറി ലൊക്കേഷൻസ് ആണ് നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The size of registers of 8086 microprocessor. 8086 മൈക്രോപ്രോസസറിനകത്തുള്ള രജിസ്റ്റേഴ്സിന്റെ സൈസ് ആണ് ചോദിച്ചിരിക്കുന്നത്. 12-ബിറ്റ്, 8-ബിറ്റ്, 16-ബിറ്റ്, 32-ബിറ്റ്. അപ്പൊ നമ്മുടെ ഇന്റലിന്റെ 8086 എന്ന് പറഞ്ഞ ഒരു ഹിസ്റ്റോറിക് 16-ബിറ്റ് മൈക്രോ പ്രോസസർ ആണ് അല്ലയോ. 1978 ഇൻട്രൊഡ്യൂസ് ചെയ്ത്. അപ്പൊ ഇതിന്റെ ഏറ്റവും ഡിഫൈനിങ് ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറഞ്ഞാൽ 16-ബിറ്റ് ആർക്കിടെക്ചർ ആണ് അതിനുള്ളത്. അതായത് അതിന്റെ രജിസ്റ്റർ എന്ന് പറഞ്ഞത് സ്മോൾ ആയിട്ടുള്ള ഫാസ്റ്റ് സ്റ്റോറേജ് ലൊക്കേഷൻസ് ആണല്ലേ. സി പി യുനകത്തുള്ള സ്മോൾ ഫാസ്റ്റ് സ്റ്റോറേജ് ലൊക്കേഷൻസിനെയാണ് നമ്മൾ രജിസ്റ്റേഴ്സ് വിളിക്കുന്നത്. അപ്പൊ അതിന്റെ രജിസ്റ്ററിന് എത്ര ബിറ്റ് വൈഡ് ആണ്? 16 ബിറ്റ്സ് ആയിരിക്കും നമ്മുടെ 8086 ഉള്ള രജിസ്റ്റേഴ്സ് വൈഡ് ആയിട്ട് ഉണ്ടാവും അല്ലെ. രജിസ്റ്റേഴ്സിന്റെയും ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പൊ നമ്മുടെ 8086 രജിസ്റ്റേഴ്സിനകത്ത് ഒരു ജനറൽ പർപ്പസ് രജിസ്റ്റർ ഉണ്ട് അല്ലെ. AX, BX, CX, DX എന്നൊക്കെ പറയുന്ന ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ഉണ്ട്. ഈ രജിസ്റ്റേഴ്സ് എന്താണ്? 16-ബിറ്റ് രജിസ്റ്റേഴ്സ് ആണ്. എന്തിനു യൂസ് ചെയ്യുന്നത്? അരിത്തമെറ്റിക്, ലോജിക് ഓപ്പറേഷൻസിന്, ഡേറ്റ സ്റ്റോറേജിനും ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലെ. പിന്നെ അവരെ നമുക്ക് എന്തിനു വേണ്ടി യൂസ് ചെയ്യാം? രണ്ട് സെപ്പറേറ്റ് 8-ബിറ്റ് രജിസ്റ്റേഴ്സിനെ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് സെഗ്മെന്റ് രജിസ്റ്റേഴ്സ് ഉണ്ടല്ലേ. CS, DS, SS, ES എന്നൊക്കെ പറഞ്ഞ അതും എന്താണ്? 16-ബിറ്റ് തന്നെയാണ്. മെമ്മറി അഡ്രസ്സിങ്ങിനും ഒക്കെ വേണ്ടിയിട്ട് 8086 സെഗ്മെന്റഡ് മെമ്മറി മോഡലിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. വേറെ രജിസ്റ്റേഴ്സ് ഉണ്ടല്ലേ നമുക്ക്. IP, SP, BP, SI, DI, ഫ്ലാഗ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ രജിസ്റ്റേഴ്സും പഠിച്ചു വെക്കണം കേട്ടോ 8086 മൈക്രോ പ്രോസസറിനകത്തുള്ള. സോ ആ രജിസ്റ്ററും എന്താണ്? 16-ബിറ്റ് തന്നെയാണ് അല്ലെ. അത് എന്താണ്? ഇൻസ്ട്രക്ഷൻ പോയിന്റർ, സ്റ്റാക്ക് പോയിന്റർ, ഇതൊക്കെ എന്താണ്? 16-ബിറ്റ് തന്നെയാണ്. സോ 8086 എന്ന് പറഞ്ഞ 16-ബിറ്റ് ആർക്കിടെക്ചർ ആണ്. ഓക്കെ, ലാർജ് നമ്പേഴ്സും അഡ്രസ് മോർ മെമ്മറി ഒക്കെ നമുക്ക് എന്ത് ചെയ്യാണ്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് ഉള്ളതാണ്. സോ ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന പ്രെഡിസിസർ എന്ന് പറയുന്നത് 8-ബിറ്റ് ആയിരുന്നു. അത് 8080 എന്ന് പറയുന്നത്. സോ ഇത് കാരണമാണ് നമ്മുടെ മോഡേൺ x86 CPUs, അതായത് പിന്നെ അത് 32-ബിറ്റിലേക്ക് 64-ബിറ്റിലേക്കും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? എക്സ്പാൻഡ് ചെയ്ത് പോയിട്ടുണ്ട്. സോ 80 മൈക്രോപ്രോസസർ യൂസ് ചെയ്തിരിക്കുന്ന രജിസ്റ്ററിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 16-ബിറ്റ് ആണ്. സോ ഓപ്ഷൻ സി 16 ബിറ്റ്സ് ആണ് കറക്റ്റ്. ഓക്കെ, അടുത്ത if there is a carry from lowest nibble during addition, flag is dash flag is okay. ഒരു എന്താ ഓക്കെ ഇത് നമുക്കൊരു ക്യാരി ഉണ്ട്. നമ്മുടെ ലോവസ്റ്റ് നിബിളിൽ നിന്ന് ഒരു ക്യാരി ഉണ്ട് എങ്കിൽ നമ്മൾ അഡീഷന്റെ സമയത്ത് നമ്മൾ എന്ത് ഫ്ലാഗ് ആണ് സെറ്റ് ചെയ്യുന്നത്? ഓപ്ഷൻ എ ക്യാരി ഫ്ലാഗ്, ഓപ്ഷൻ ബി ഓവർഫ്ലോ ഫ്ലാഗ്, ഓപ്ഷൻ സി ഓക്സിലറി ഫ്ലാഗ്, ഓപ്ഷൻ ഡി സൈൻ ഫ്ലാഗ്.
അപ്പൊ എന്താണ് നിബിൾ എന്ന് പറയുന്നത്? നിബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? 4 ബിറ്റ് ഉള്ളതിനെയാണ് അല്ലെ, 4 ബിറ്റ്സ് ചേരുമ്പോഴാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഒരു നിബിൾ എന്ന് വിളിക്കുന്നത് അല്ലെ. അങ്ങനത്തെ 8 ബിറ്റ് ചേരുമ്പോഴാണ് എന്തായി മാറുന്നത്? ഒരു ബൈറ്റ് ആയിട്ട് മാറുന്നത് അല്ലെ. 4 ബിറ്റ്സ് ചേരുമ്പോഴത്തേക്ക് അത് നിബിൾ ആയിട്ട് മാറും. ആൻഡ് 8 ബിറ്റ്സ് ചേരുമ്പോഴാണ് എന്താവുന്നത്? ഒരു ബൈറ്റ് ആയിട്ട് മാറും അല്ലെ. അപ്പൊ ലോവർ നിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 0 തൊട്ട് 3 വരെയുള്ള ബിറ്റ്സ്. അപ്പർ നിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 4 തൊട്ട് 7 വരെയുള്ള ബിറ്റ്സിനെയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഓരോന്ന് നോക്കാം. ആദ്യത്തെ എന്താണ്? ഓക്സിലറി ക്യാരി. ഓക്സിലറി ക്യാരി ഫ്ലാഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോഴാണ് സെറ്റ് ചെയ്യുന്നത് നമ്മുടെ 3 to 4 ഈ ഒരു സെഗ്മെന്റിലാണ്. ഓരോരോ ക്യാരി ഫ്ലാഗ് നമുക്ക് നോക്കാം. ഓക്കെ, ഇനി നമ്മുടെ ആദ്യത്തെ എന്താണ്? ക്യാരി ഫ്ലാഗ് അല്ലെ. ക്യാരി ഫ്ലാഗ് സെറ്റ് ചെയ്യുന്ന എപ്പോഴാണ്? ഒരു ക്യാരി ഔട്ട് ഉണ്ട്, മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് ആയ 7ലാണ്. 7ൽ എന്തുണ്ട്? ഒരു ക്യാരി ഫ്ലാഗ് ഉണ്ട്. 3ലോ 4ലോ ഒന്നും, 3 to 4ലല്ല, 7ലുണ്ടെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്യാരി ഫ്ലാഗ് യൂസ് ചെയ്യുന്നത്. സോ ലോവറിലേക്കല്ല പോകുന്നത്, സോ ക്യാരി ഫ്ലാഗ് അല്ല. അടുത്തെന്താണ്? ഓവർഫ്ലോ ഫ്ലാഗ്. ഓവർഫ്ലോ ഫ്ലാഗ് എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? അരിത്തമെറ്റിക് ഓവർഫ്ലോ ഇൻ സൈൻഡ് ഓപ്പറേഷൻസ് അല്ലെ. ഒരു സൈൻഡ് ബിറ്റ് എപ്പോഴാണ് ഇൻകറക്ട്ലി ചേഞ്ച് ആവുമല്ലോ ചെയ്യുവാണെങ്കിൽ ഓവർഫ്ലോ ഫ്ലാഗ് വരുന്നത്. സോ അതുമല്ല. അടുത്ത് ഓക്സിലറി ക്യാരി. ഓക്സിലറി ക്യാരി എപ്പോഴും സെറ്റ് ചെയ്യുന്നത്? ഒരു ക്യാരി ഒക്കറിയാണ് നമ്മുടെ 3ാമത്തെ ബിറ്റിന്ന് 4ാമത്തെ ബിറ്റിലേക്ക് എന്ത് ചെയ്യാണ്? ഒരു ക്യാരി വന്നിട്ടുണ്ട് എങ്കിൽ അപ്പൊ എന്താ? ലോവർ നിബിളിൽ നിന്ന് അപ്പർ നിബിളിലേക്കാണ് പൊക്കോണ്ടിരിക്കുന്നത് അല്ലെ. കണ്ടോ, ഇഫ് ക്യാരി ഫ്രം ലോവസ്റ്റ് നിബിൾ ഡ്യൂറിങ് അഡീഷൻ. ലോവസ്റ്റ് നിബിളിലാണ് വന്നേക്കുന്നത്. സോ ഇതുണ്ട്, ഈ ഇത്രയാണ് നമ്മുടെ ലോവർ ലിപ്പ്. അപ്പൊ ഈ 3ാമത്തെ ബിറ്റിന്ന് 4ാമത്തെ ബിറ്റിലേക്ക് ഒരു ക്യാരി വരുവാണ് എങ്കിൽ നമ്മൾ അവിടെ എന്താ പറയുന്നത്? ഓക്സിലറി ക്യാരി, ഈ ഒരു ഫ്ലാഗ് ആയിരിക്കും സെറ്റ് ചെയ്യുന്നത് അല്ലെ. ഇത് മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ബൈനറി കോഡ് ഡെസിമൽ ഓപ്പറേഷൻസിലാണ് അല്ലെ, BCD-ലാണ് ഇത് യൂസ് ചെയ്യുന്നത്. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി, ഓക്സിലറി ക്യാരി ആണ്. പിന്നെ സൈൻ ഫ്ലാഗ്. സൈൻ ഫ്ലാഗ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? പോസിറ്റീവ് ഓർ നെഗറ്റീവ്, റിസൾട്ടിന്റെ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് റിഫ്ലക്ട് ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്. വൺ ഓഫ് ദ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് ആണ്. ഒരു റിസൾട്ട് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് കാണിക്കാനാണ് സൈൻ ബിറ്റ് യൂസ് ചെയ്യുന്നത്. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി, ഓക്സിലറി ക്യാരി ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The number of address and data lines of 8086. 8086ൽ എത്ര നമ്പർ ഓഫ് അഡ്രസ്സും ഡേറ്റ ലൈൻസും ആണ് ഉള്ളത് എന്നാണ്. അപ്പൊ ഇന്റലിന്റെ 8086 മൈക്രോ പ്രൊസസറിൽ എന്താണ്? 16-bit CPU ആണ് അതിന്റെ ഫൗണ്ടേഷൻ ആയിട്ട് വന്നത് അല്ലേ. അതിന്റെ സ്പെസിഫിക് കോൺഫിഗറേഷൻ ഉണ്ട്, അതായത് അഡ്രസ് ലൈൻസ്, ഡേറ്റ ലൈൻസും ഉണ്ട്. ഈ അഡ്രസ് ലൈനും ഡേറ്റ ലൈൻസും എന്താ ഡിറ്റർമൈൻ ചെയ്യുന്നത്? മെമ്മറി അഡ്രസ്സിംഗിന്റെ കപ്പാസിറ്റിയും ഡേറ്റ ട്രാൻസ്ഫർ കപ്പാസിറ്റിയാണ് എന്ത് ചെയ്യുന്നത്? നോക്കുന്നത് അല്ലേ. അപ്പൊ ഇതിന്റെ കീ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് എന്താണ്? ഇതിനകത്ത് അഡ്രസ് ലൈൻസും ഉണ്ട്, ഡേറ്റ ലൈൻസും ഉണ്ട്. എത്ര അഡ്രസ് ലൈൻസും ഡേറ്റ ലൈൻസും ഉള്ളത്? അഡ്രസ് ലൈൻ എത്ര ഉള്ളത്? 20 അഡ്രസ് ലൈൻസ് ആണ് നമ്മുടെ 8086 മൈക്രോ പ്രൊസസറിനകത്ത് ഉള്ളത് അല്ലെ. സോ എന്താണ്? നമുക്ക് 2:20 എന്ന് പറയുമ്പോൾ 1 MB ആണ്. അത്രയും ബൈറ്റ്സ് ഓഫ് മെമ്മറിയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ആക്സസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അതുകൊണ്ടാണ് 8086 കൂടുതൽ അസോസിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് 1 MB മെമ്മറി ലിമിറ്റ് ആണ് ഏർലി PCസിലൊക്കെ ഉണ്ടായിരുന്നത്. സോ അതിന്റെ മെമ്മറി ലിമിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 1 MB ആണ്. അടുത്ത ഡേറ്റ ലൈൻസ്. ഡേറ്റ ലൈൻസ് എത്ര എണ്ണമാണ് നമ്മുടെ 8086 ഉള്ളത്? 16 ആണ് ഉള്ളത്. 16 ഡേറ്റ ലൈൻസ് ഉള്ളത്. അതായത് 16 ബിറ്റ്സ്, അതായത് 2 ബൈറ്റ് ഓഫ് ഡേറ്റയാണ് നമുക്ക് ഒരു സമയത്ത് CPU-ൽ നിന്ന് മെമ്മറിയിലേക്കോ അല്ലെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസിലേക്കോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നത്. അത്രയും ബിറ്റ് ഓഫ് ഡേറ്റ മാത്രമേ നമുക്കൊരു ടൈമിൽ CPU-ലേക്ക്, മെമ്മറി അല്ലെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. സോ നമ്പർ ഓഫ് അഡ്രസ് ലൈൻ എന്ന് പറയുന്നത് 20 ആൻഡ് ഡേറ്റ ലൈൻ എന്ന് പറയുന്നത് 16 ആണ് അല്ലെ. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, 20 and 16. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഡയറക്ടറി കണ്ടെയ്ൻസ് കോൺഫിഗറേഷൻ ഫയൽസ് ഇൻ ലിനക്സ്? ഓക്കെ, കോൺഫിഗറേഷൻ ഫയൽസ് ലിനക്സിൽ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന ഡയറക്ടറി ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ഇത് ഓരോന്ന് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ബിൻ ആണല്ലേ. അപ്പൊ ബിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എസെൻഷ്യൽ ആയിട്ടുള്ള ബൈനറി എക്സിക്യൂട്ടബിൾസ് ആയിരിക്കും ഉണ്ടാവുന്നത്. 1S, CP എന്നൊക്കെ ഉള്ള ബൂട്ടിങ്ങിന്റെ സമയത്ത് ഉപയോഗിക്കുന്ന എസെൻഷ്യലി ബൈനറി എക്സിക്യൂട്ടബിൾസ് ആണ് ബിന്നിലുള്ളത്. സോ അതല്ല ആൻസർ. സോ ഫസ്റ്റ് ഓപ്ഷൻ റോങ് ആണ്. രണ്ടാമത്തെ ഓപ്ഷൻ എന്താണ്? ETC. അപ്പൊ ETC എന്ന് പറഞ്ഞ ഡയറക്ടറി നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? സിസ്റ്റം വൈഡ് കോൺഫിഗറേഷൻ ഫയൽസ് എല്ലാം അതിൽ കണ്ടെയ്ൻ ചെയ്യും അല്ലെ. ഷെൽ സ്ക്രിപ്റ്റ്സ്, ബൂട്ടിങ് യൂസ് ചെയ്തിരിക്കുന്ന ഷെൽ സ്ക്രിപ്റ്റ്സും
സിസ്റ്റം വൈഡ് കോൺഫിഗറേഷൻ ഫയൽസും പിന്നെ എന്താണ് സിസ്റ്റം ഇനിഷ്യലൈസ് ചെയ്യാനുള്ള സെറ്റിംഗ്സും സർവീസസും എല്ലാം എവിടെയാണുള്ളത്? നമ്മുടെ ETC അല്ലെ. അപ്പൊ നമ്മുടെ കോൺഫിഗറേഷൻ ഫയൽസ് എവിടെയാണ് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നത്? ETC ഡയറക്ടറിക്കകത്താണ്. ഓക്കെ, അത് കോമൺ ആയിട്ടുള്ള കണ്ടക്ട്സ് ആണ് ETC പാസ്വേഡ്, അത് യൂസർ അക്കൗണ്ട് ഇൻഫോർമേഷൻസ്, ഫയൽ സിസ്റ്റം മൗണ്ടിങ് ഇൻഫോർമേഷൻസ്, SSH സെർവർ കോൺഫിഗറേഷന്, നെറ്റ്വർക്ക് കോൺഫിഗറേഷന്, ഇതെല്ലാം എവിടെ ഉണ്ടാവും? നമ്മുടെ ഈ ഒരു ഡയറക്ടറിക്കകത്ത് ഉണ്ടാവും. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ETC ആണ്. പിന്നെ റൂട്ടും ഡേവും ഉണ്ട് അല്ലെ. റൂട്ട് എന്തിനാ യൂസ് ചെയ്യുന്നത്? ഒരു ഹോം ഡയറക്ടറി ആണ് നമ്മുടെ റൂട്ട് യൂസർ, അതെ, അതൊരു സിസ്റ്റം വൈഡ് സെറ്റിംഗ്സ് അല്ല. സോ ഇത് റോങ് ആയി പോയത്. പിന്നെ ഡേവ് എന്തിനാ യൂസ് ചെയ്യുന്നത്? ഫയൽ ഡിവൈസ് ഫയൽസ് ആയിരിക്കും ഇത് കണ്ടെയ്ൻ ചെയ്യുക, അല്ലാതെ കോൺഫിഗറേഷൻ ഫയൽസ് ആയിരിക്കത്തില്ല എന്ത് ചെയ്യുന്നത് അതിൽ ഉണ്ടായിരിക്കും. ഡിവൈസ് ഫയൽസ് സേവ് ചെയ്യുന്ന ഡയറക്ടറി ആണ് ഡേവ്. സോ ആൻസർ ഓപ്ഷൻ ബി ETC ആയി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓൺ സക്സസ്ഫുൾ കംപ്ലീഷൻ ഫോർക്ക് റിട്ടേൺസ് ഡാഷ് ടു ദ പേരന്റ് പ്രോസസ്. അപ്പൊ സക്സസ്ഫുൾ കംപ്ലീഷന് ശേഷം ഫോർക്ക് എന്താണ് പേരന്റ് പ്രോസസ്സിലേക്ക് എന്താണ് ഇതാക്കുന്നത്? അപ്പൊ ഫോർക്ക് സിസ്റ്റം കോൾ അല്ലെ. ഫോർക്ക് സിസ്റ്റം കോൾ എന്ന് പറയുന്ന ഒരു ഫണ്ടമെന്റൽ ഫീച്ചർ ആണ് നമ്മുടെ യുനെക്സ് അല്ലെങ്കിൽ ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്തുള്ള ഒരു ഫണ്ടമെന്റൽ ഫീച്ചർ ആണ് അല്ലെ ഈ ഒരു ഫോർക്ക് എന്ന് പറയുന്നത്. എന്തിനാണ് അത് യൂസ് ചെയ്യുന്നത്? ഒരു പുതിയ പ്രോസസ് അല്ലെങ്കിൽ ഒരു ചൈൽഡ് പ്രോസസ്സിനെ എന്ത് ചെയ്യാൻ വേണ്ടിയാണ്? ക്രിയേറ്റ് ചെയ്യാനാണ് അല്ലെ. എങ്ങനെ നമ്മളത് ക്രിയേറ്റ് ചെയ്യുന്നത്? ബൈ ഡ്യൂപ്ലിക്കേറ്റിംഗ് ദ കോളിംഗ് പ്രോസസ്, അല്ലെങ്കിൽ പേരന്റ് പ്രോസസ്സിനെ എന്ത് ചെയ്യും? ഡ്യൂപ്ലിക്കേറ്റ് ചെയ്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പുതിയൊരു ന്യൂ പ്രോസസ് അല്ലെങ്കിൽ ചൈൽഡ് പ്രോസസ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെ. ഓക്കെ, സോ അപ്പൊ സക്സസ്ഫുൾ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും വരുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ സക്സസ്ഫുൾ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പേരന്റ് പ്രോസസ് എന്ത് റിസീവ് ചെയ്യും? ചൈൽഡ് പ്രോസസിന്റെ ID ആയിരിക്കും എന്ത് ചെയ്യുന്നത്? റിസീവ് ചെയ്യുന്നത് അല്ലെ. ചൈൽഡ് പ്രോസസ് എന്തായിരിക്കും റിസീവ് ചെയ്യുന്നത്? 0 എന്നുള്ളൊരു റിട്ടേൺ വാല്യൂ. അഥവാ ഫെയിൽ ആയി പോയിട്ടുണ്ടെങ്കിൽ -1 ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്? പേരന്റിലേക്ക് പോവുകയും ചെയ്യുന്നത്. ചൈൽഡ് ഒന്നും ക്രിയേറ്റ് ആയിട്ടില്ല. അപ്പൊ പേരന്റ് പ്രോസസ്സിന് കിട്ടുന്ന എന്താണ്? ചൈൽഡ് പ്രോസസിന്റെ ID ആണ് അല്ലെ. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, പ്രോസസ് ID ഓഫ് ചൈൽഡ് പ്രോസസ്. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് വിൽ ബി ദ ഔട്ട്പുട്ട് ഓഫ് ദ ഫോളോയിങ് പ്രോഗ്രാം? ഈ തന്നിരിക്കുന്ന ഫോളോയിങ് പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ നമ്മുടെ ഇവിടെ സ്റ്റാറ്റിക് ഇന്റ് എ ഇസ് ഈക്വൽ ടു 3 അല്ലെ. സ്റ്റാറ്റിക് ആയിട്ട് നമ്മളൊരു വേരിയബിൾ എ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് 3. മെയിനകത്ത് വന്നിട്ട് നമ്മൾ എനെ 5 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് എന്തുണ്ട്? എ ഇസ് ഈക്വൽ ടു 7 എന്ന് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് നമ്മൾ പ്രിന്റ് എ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ എക്ക് ഏത് വാല്യൂ ആയിരിക്കും ഉണ്ടാവുന്നത്? 3 ആണോ 5 ആണോ 7 ആണോ എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ പഠിച്ച സ്റ്റാറ്റിക്, ഗ്ലോബല്, ലോക്കല് ഒക്കെ ടൈപ്പ് ഓഫ് വേരിയബിൾസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ആദ്യത്തെ ലൈനിൽ എന്താണ്? സ്റ്റാറ്റിക് ഇന്റ് എ ഇസ് ഈക്വൽ ടു 3 എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലെ. അതായത് ഒരു സ്റ്റാറ്റിക് ഗ്ലോബൽ വേരിയബിൾ എനെ നമ്മൾ എന്തിട്ടുണ്ട്? ഇനിഷ്യലൈസ് ചെയ്ത് വെച്ചേക്കുവാണ് 3 എന്ന് പറഞ്ഞിട്ട്. ഈ വേരിയബിളിന്റെ സ്കോപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഫയൽ സ്കോപ്പ് ആണെങ്കിൽ സ്റ്റാറ്റിക് സ്റ്റോറേജ് ഡ്യൂറേഷൻ ആണ് അതിന് ഉള്ളതല്ലേ. ത്രൂ ഔട്ട് അതിന്റെ സ്കോപ്പ് ഉണ്ട്. എന്റെ മെയിൻ ഫംഗ്ഷൻ അകത്തോട്ട് എന്താക്കി? എയുടെ വാല്യൂ 5 ആണെന്ന് പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്യും? ഗ്ലോബൽ സ്റ്റാറ്റിക് വേരിയബിൾ ആയ ഈ എയിലേക്കാണ് എന്ത് ചെയ്യുന്നത്? അത് റെഫർ ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും? എയുടെ വാല്യൂ അപ്ഡേറ്റ് ചെയ്യല്ലേ. അപ്പൊ എയുടെ വാല്യൂ 3 ആയിരുന്നു. 3യിൽ നിന്ന് എയുടെ വാല്യൂ എങ്ങോട്ട് മാറി? എ ഇസ് ഈക്വൽ ടു 5 ആക്കി നമ്മൾ കൊടുത്തു. എന്നിട്ട് നമ്മൾ ഇതിനകത്ത് ബ്രാക്കറ്റിനകത്ത് ഒരു മെത്തേഡിനകത്ത് വീണ്ടും അതിലുണ്ട് ഇന്റ് എ ഇസ് ഈക്വൽ ടു 7 എന്നുള്ള രീതിയിൽ. ഇതെന്താ? ഒരു ലോക്കൽ വേരിയബിൾ ആണ് അല്ലെ. അതിന്റെ സ്കോപ്പ് എന്ന് പറയുന്നത് ഒരു ബ്ലോക്ക് സ്കോപ്പ് ആണ് അല്ലെ. ഈ ഒരു ബ്ലോക്കിനകത്ത് മാത്രമേ അതിന്റെ സ്കോപ്പ് ഉണ്ടായിരിക്കത്തുള്ളൂ. ഈ ഒരു ത്രൂ ഔട്ട് ദ ക്ലാസ് അല്ലെങ്കിൽ പ്രോഗ്രാം എന്തായിരിക്കത്തില്ല, ഉണ്ടാവത്തില്ല. സോ ഇത് ഗ്ലോബൽ വേരിയബിളിനെ ഈ ഒരു ബ്ലോക്കിനകത്ത്, ഈ പ്രിന്റ് ഓഫ് ഈ ബ്ലോക്കിനകത്തായിരുന്നെങ്കിൽ എയുടെ വാല്യൂ എന്തായി പോയിനെ? 7 ആയി പോയിനെ. സോ ഈ ഒരു ബ്ലോക്കിനകത്ത് ഇത്രയും ബ്ലോക്കിൽ മാത്രമേ എയുടെ വാല്യൂ എന്തായിട്ട് നിൽക്കത്തുള്ളൂ? എയുടെ വാല്യൂ 5ൽ നിന്നും എയുടെ വാല്യൂ 7 ആയിട്ട് വരത്തുള്ളൂ. ഓക്കെ, സോ അല്ലാത്ത പക്ഷെ എന്ത് ചെയ്യത്തില്ല? വരത്തില്ല. സോ ഈ ഒരു ബ്ലോക്കിനകത്ത് മാത്രമേ അത് ഉണ്ടായിരിക്കത്തുള്ളൂ അല്ലെ. സോ എന്താണ്? ഗ്ലോബൽ സ്റ്റാറ്റിക് വേരിയബിൾ എനെയാണ് ഇപ്പൊ എന്ത് ചെയ്യുന്നത്? ഈ ഒരു പ്രിന്റ് ഓഫ് % എ എന്ത് ചെയ്യുന്നത് ചോദിച്ചേക്കുന്നത്. നമ്മൾ എന്താക്കി അപ്ഡേറ്റ് ചെയ്തായിരുന്നു? 5 ആയിട്ട് അപ്ഡേറ്റ് ചെയ്തായിരുന്നു. സോ എയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 5 ആണ്. ഓക്കെ, സോ ആൻസർ എന്ന് പറയുന്നത് എന്ത് വരും? ഓപ്ഷൻ ബി 5 ആണ്. അപ്പൊ നോക്കിക്കോണം, ഗ്ലോബൽ വേരിയബിളും ലോക്കൽ വേരിയബിളും അതിന്റെ കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ. ഇപ്പൊ ഈ പ്രിന്റ് എഫ് എന്ന് പറഞ്ഞാൽ ഇതിനകത്തായിരുന്നു എങ്കിൽ എന്തായി പോയനെ? എയുടെ വാല്യൂ പ്രിന്റ് ചെയ്യുമ്പോൾ 7 എന്ന് വന്നേനെ അല്ലെ. ഈ ഒരു ബ്ലോക്കിൽ മാത്രമേ ആ ഗ്ലോബൽ വേരിയബിളിനെ ഔട്ട് ഷാഡോ ചെയ്യാനായിട്ട് നമ്മുടെ ലോക്കൽ വേരിയബിളിന് പറ്റും. ഇതിന് പുറത്താണ് നമ്മുടെ പ്രിന്റ് എഫ്. അപ്പൊ എന്താണ്? ഈ ഒരു വാല്യൂ ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. ഓക്കെ, കാരണം ഈ എയുടെ എ ഈക്വൽ 7 എന്നുള്ള സ്കോപ്പ് ഈ ഒരു പാരാന്തസിസിനകത്ത് മാത്രമേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Default storage class of a variable declaration is variable declaration ന്റെ default storage class എന്താണെന്നാണ്.
ഓപ്ഷൻ എ ഓട്ടോ, ഓപ്ഷൻ ബി എക്സ്റ്റേൺ, ഓപ്ഷൻ സി സ്റ്റാറ്റിക്, ഓപ്ഷൻ ഡി രജിസ്റ്റർ. അപ്പൊ സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് ഓരോ വേരിയബിളിനും ഓരോ സ്റ്റോറേജ് ക്ലാസ് ഉണ്ടല്ലേ. ആ സ്റ്റോറേജ് ക്ലാസ് ആണ് എന്ത് ഡിറ്റർമൈൻ ചെയ്യുന്നത്, അതിന്റെ സ്കോപ്പും ലൈഫ് ടൈമും മെമ്മറി ലൊക്കേഷൻ എവിടെയാണെന്നും ഒക്കെ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പൊ ഒരു സ്റ്റോറേജ് ക്ലാസ് ഇല്ല എങ്കിൽ എന്താണ് എക്സ്പ്ലിസിറ്റ്ലി സ്പെസിഫൈഡ് ആണ് എങ്കിൽ എന്താണ് ഡീഫോൾട്ട് ആയിട്ട് എന്തായിട്ടാ മാറുന്നത്, ഓട്ടോ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കിലേക്ക് ആയിരിക്കും എന്ത് ചെയ്യുന്നത് പോകുന്നത് അല്ലേ. അപ്പൊ ഒരു ഓട്ടോ സ്റ്റോറേജ് ക്ലാസ് ആണെങ്കിൽ അതിന് ഡീഫോൾട്ട് ബിഹേവിയർ ആയിരിക്കും അല്ലേ. അതൊരു വേരിയബിളിനെ നിങ്ങൾ ഒരു സ്റ്റോറേജ് ക്ലാസ് സ്പെസിഫയർ ഇല്ലാതെ നിങ്ങൾ ഡിക്ലെയർ ചെയ്യുവാണെങ്കിൽ അത് സിംപ്ലി എന്തായിട്ടായിരിക്കും ട്രീറ്റ് ചെയ്യുന്നത്, ഓട്ടോ ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത് ട്രീറ്റ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ചുമ്മാ ഒരു ഇന്റ് എക്സ് എന്ന് നമ്മൾ ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട് എങ്കിൽ ഇതിന്റെ സ്റ്റോറേജ് ക്ലാസ് ഡീഫോൾട്ട് ആയിട്ട് എന്തായി പോകും, ഓട്ടോ ആയിട്ട് പോകും. ഇത് നമുക്ക് എക്സ്പ്ലിസിറ്റ്ലി വേണമെങ്കിലും കൊടുക്കാം. ഓട്ടോ ഇന്റ് എക്സ് എന്നുള്ള രീതിയിൽ എക്സ്പ്ലിസിറ്റ്ലി വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കാനായിട്ട് പറ്റും. സോ ഓട്ടോ വേരിയബിൾസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, സ്കോപ്പ് എന്ന് പറയുന്നത് ലോക്കൽ ആണ് അല്ലെ. ബ്ലോക്ക് അല്ലെങ്കിൽ ഫംഗ്ഷൻ എവിടെയാണോ ഡിക്ലെയർ ചെയ്തേക്കുന്നത് അവിടെ ആയിരിക്കും ഉണ്ടാകുന്നത്. ലൈഫ് ടൈം എന്ന് പറയുന്നത് എവിടെയായിരിക്കും, ഏത് ബ്ലോക്കിലാണോ ഫംഗ്ഷനിലാണോ ഉള്ളത് അവിടെ മാത്രമായിരിക്കും. മെമ്മറി ലൊക്കേഷൻ എന്ന് പറയുന്നത് സ്റ്റാക്ക് മെമ്മറിയിലായിരിക്കും സ്റ്റോർ ചെയ്യുന്നത് അല്ലെ. പിന്നെയുള്ള ഓപ്ഷൻസ് ഏതൊക്കെയാണ്, എക്സ്റ്റേൺ. എക്സ്റ്റേൺ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഗ്ലോബൽ വേരിയബിൾസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് അല്ലെ. സ്റ്റാറ്റിക്കോ പ്രിസർവ്സ് വാല്യൂസ് ബിറ്റ്വീൻ ഫംഗ്ഷൻ കോൾസ് അല്ലെ. രജിസ്റ്റർ എന്തിനാണ്, സ്റ്റോറിംഗ് ഇൻ സി പി രജിസ്റ്റർ. സി പി രജിസ്റ്ററിലേക്കുള്ള സ്റ്റോറിംഗ് ആണ് രജിസ്റ്റർ ചെയ്യുന്നത്. സോ ഓട്ടോ ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അല്ലെ. അപ്പൊ സി എന്താണ്, മോസ്റ്റ് വേരിയബിൾസിനെ ടെമ്പററി ആയിട്ട് അല്ലെങ്കിൽ ഫംഗ്ഷൻ ലോക്കൽ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത്. സോ ഓട്ടോ ആയിരിക്കും അതിന്റെ നാച്ചുറൽ ചോയ്സ് എന്ന് പറയുന്നത്. ഓക്കെ, എക്സ്പ്ലിസിറ്റ്ലി വേറെ സ്റ്റോറേജ് ക്ലാസ്സസ് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ഓട്ടോ ആണ്. ഓക്കെ, the next question. Fast access to data items in a database file is provided through. Okay. നമ്മുടെ എന്താ ഡേറ്റാബേസ് ഫയൽസിലേക്ക് ഒരു ഫാസ്റ്റ് ആക്സസ്, ഡേറ്റ ഐറ്റംസിന് ഒരു ഫാസ്റ്റ് ആക്സസ് നമുക്ക് ത്രൂ ചെയ്യുന്നത് ആരാണോ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഇൻഡെക്സ് ഫയൽ, ഓപ്ഷൻ ബി ഡേറ്റ ഫയൽ, ഓപ്ഷൻ സി ഡേറ്റ ഡിക്ഷണറി, ഓപ്ഷൻ ഡി മെറ്റാ ഡേറ്റ ഫയൽ. അപ്പൊ ഇതിൽ ഏതായിരിക്കും യൂസ് ചെയ്യുന്നത്, നമ്മുടെ ആദ്യത്തെ ഓപ്ഷൻ ആണ് ഇൻഡെക്സ് ഫയൽ. ഇൻഡെക്സ് ഫയൽ എന്ന് പറഞ്ഞ ഡേറ്റാബേസിനകത്തുള്ള ഇൻഡെക്സ് ഫയൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ, ഒരു ബുക്കിനകത്തുള്ള ഒരു ഇൻഡെക്സ് പോലെ തന്നെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത് അല്ലെ. അതെന്താണ്, ഒരു കീ വാല്യൂ മാപ്പിംഗ് പോലാണല്ലേ. ഏത് ഡേറ്റ റെക്കോർഡ് എവിടെയാണ് കിടക്കുന്നത്, അതിന്റെ ലൊക്കേഷൻ എവിടെയാണ് എന്ന് കാണിക്കാനുള്ള ഒരു മാപ്പിംഗ് പോലത്തെ ഒരു സമ്മറൈസ്ഡ് വേർഷൻ ആണ് നമ്മൾ എപ്പോഴും ഇൻഡെക്സ് എന്ന് വിളിക്കുന്നത് അല്ലെ. അപ്പൊ ഡേറ്റാബേസിനകത്ത് പോയിട്ട് നമുക്ക് റെക്കോർഡ്സോ അല്ലെങ്കിൽ അസോസിയേറ്റഡ് ആയിട്ടുള്ള ഡേറ്റാസും ഒക്കെ നമുക്ക് പെട്ടെന്ന് പോയി കണ്ടുപിടിക്കാനായിട്ട്, ക്വിക്ലി ആക്സസ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. മൊത്തം എൻ്റയർ ഡേറ്റ ഫയൽസ് സ്കാൻ ചെയ്യാതെ പെട്ടെന്ന് നമുക്ക് വേണ്ട റെക്കോർഡിലേക്ക് എത്തിക്കാനായിട്ട് ആര് സഹായിക്കും, ഈ ഒരു ഇൻഡെക്സ് ഫയൽ ആയിരിക്കും നമ്മളെ സഹായിക്കുന്നത് അല്ലെ. സോ ഇതിനകത്ത് ഒരു കീ വാല്യൂ പെയർ ആയിരിക്കും ഉണ്ടാവുന്നത് അല്ലെ. ഇപ്പൊ കസ്റ്റമർ ID 105 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അപ്പൊ അതിന്റെ ലൊക്കേഷൻ നമുക്കറിയാം, ബ്ലോക്ക് ഇത്രാമത്തെ ബ്ലോക്കിൽ ഇത്രാമത്തെ റെക്കോർഡിലായിരിക്കും കിടക്കുന്നതെന്ന്. സോ നമ്മുടെ ഡേറ്റാബേസ് ഇൻഡെക്സ് ആണ് യൂസ് ചെയ്യുന്നത്. എന്ത് കറക്റ്റ് ബ്ലോക്കിലേക്ക് അല്ലെങ്കിൽ റിട്രീവ് ചെയ്യുന്ന ഡേറ്റയിലേക്ക് ഡയറക്റ്റ് പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ജമ്പ് ചെയ്യാൻ പറ്റും. ഇവിടെ കിടപ്പുണ്ടാവും, ഇന്ന IDക്ക് ഇന്ന ലൊക്കേഷനിൽ കിടപ്പുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ സ്പെസിഫിക് ആയിട്ടുള്ള റെക്കോർഡിലേക്ക് നമുക്ക് പോവാനായിട്ട് പറ്റും. സോ ആൻസർ എന്ന് പറയുന്നത് എന്താണ്, ഇൻഡെക്സ് ഫയൽ. ഡേറ്റ ഫയൽ എന്തിനാ യൂസ് ചെയ്യുന്നത്, ആക്ച്വൽ ഡേറ്റ നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ. ഡേറ്റ ഡിക്ഷണറി എന്തിനാ യൂസ് ചെയ്യുന്നത്, മെറ്റാ ഡേറ്റാബേസ് സ്ട്രക്ചറിനെ പറ്റിയുള്ള മെറ്റാ ഡേറ്റ സ്റ്റോർ ചെയ്യാനായിട്ടാണ്. മെറ്റാ ഡേറ്റ ഫയൽ എന്തിനാ യൂസ് ചെയ്യുന്നത്, സ്ട്രക്ചർ അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് ഇൻഫോർമേഷൻസ് ഒക്കെ കണ്ടെയ്ൻ ചെയ്യുന്നതാണ് മെറ്റാ ഡേറ്റ ഫയൽ അല്ലേ. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ഇൻഡെക്സ് ഫയൽ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The dash term is used to refer to a row in a table. Okay, ടേബിളിനകത്തുള്ള റോയിനെ റെഫർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടേം ഏതാണ്. ഓപ്ഷൻ എ ഫീൽഡ്സ്, ഓപ്ഷൻ ബി ആട്രിബ്യൂട്ട്സ്, ഓപ്ഷൻ സി ടപ്പിൾ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. അപ്പൊ ഇതിലേതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ നമുക്കൊരു ടേബിൾ ഉണ്ട് അല്ലയോ, നമുക്കിങ്ങനെ ഒരു ടേബിൾ ഉണ്ട്. ഇവിടെ ഇപ്പൊ ID, നെയിം, ഏജ് അല്ലെ. ഇപ്പൊ ആദ്യത്തെ ID 101, ആലിസ്, ഏജ് 20. അപ്പൊ ഇങ്ങനെയുണ്ട്. അപ്പൊ എനിക്ക് ഒരു പർട്ടിക്കുലർ റോയിനെ എനിക്ക് എന്ത് ചെയ്യണം, റെഫർ ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടേം എന്താണെന്ന് ചോദിച്ചേക്കുന്നത്. നമ്മൾ എന്താ വിളിക്കുന്നത്, ഒരു റിലേഷണൽ ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റത്തിനകത്തിൽ നമ്മൾ ഒരു ടേബിളിലെ റോയിനെ വിളിക്കുന്ന ടേം എന്താണ്, ടപ്പിൾ അല്ലേ. ടപ്പിൾ എന്നല്ലേ നമ്മൾ വിളിക്കുന്നത്. ടപ്പിൾ എന്ന് പറയുന്നത് എന്താണ്, ഒരു സിംഗിൾ ഡേറ്റാബേസ് ടേബിളിനകത്തുള്ള ഒരു സിംഗിൾ റോയിനെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, റെഫർ ചെയ്യുന്നത് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ഡേറ്റ ഫീൽഡിനകത്തെയും എന്ത് ചെയ്യാം, യുണീക്ക് ആയിട്ടുള്ള റെക്കോർഡ് എന്ത് ചെയ്യാൻ പറ്റും,
നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. സോ ഇവിടെ ഇപ്പൊ ഈ ഇത്ര എന്ന് പറയുന്നത് ഒരു സിംഗിൾ ടപ്പിൾ ആണ്. ഇത് ഇത്ര എന്ന് പറഞ്ഞു ഈ ഒരു 101 ആലിസ് 20 എന്ന് പറഞ്ഞ എന്താണ് ഒരു സിംഗിൾ ടപ്പിൾ ആണ് അല്ലെ. സോ ആൻസർ എന്ന് പറഞ്ഞ എന്താണ് ടപ്പിൾ. ഓപ്ഷൻ സി ടപ്പിൾ ആണ് അല്ലെ. ഓക്കെ, ഇപ്പം ബാക്കി ടേംസ് ഒക്കെ അറിയാലോ അല്ലെ. ഫീൽഡ്സ് അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് എന്താണ്, കോളത്തിനെയാണ് നമ്മൾ റെഫർ ചെയ്യുന്നത് അല്ലെ. ഈ ഒരു ഇത്രയൊരു കോളത്തിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫീൽഡ്സ് അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സ് ഉണ്ട്. സ്റ്റുഡന്റ് ഐ ഡി, നെയിം എന്നൊക്കെയുള്ള ഡിഫറെന്റ് കാറ്റഗറി, ഒരു സ്പെസിഫിക് ഡേറ്റ കാറ്റഗറിയാണ് നമ്മൾ പറയുന്നത് അല്ലെ. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ് ടപ്പിൾ. ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കിയിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. സോ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ RDBMS. ഇതിൽ RDBMS അല്ലാത്ത ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഫോക്സ് പ്രോ, ഓപ്ഷൻ ബി ഒറാക്കിൾ, ഓപ്ഷൻ സി MySQL, ഓപ്ഷൻ ഡി SQL സെർവർ. അപ്പൊ RDBMS എന്ന റിലേഷണൽ ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ആണ് അല്ലെ. അവിടെ ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എങ്ങനെ ബേസ് ചെയ്തിട്ടാണ്, റിലേഷണൽ മോഡലിനെ റിലേറ്റ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് അല്ലെ. അതായത് നമ്മൾ ടേബിൾസ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ഡേറ്റയെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ടേബിൾസിനാണ് നമ്മൾ റിലേഷൻസ് എന്ന് വിളിക്കുന്നത്. ആൻഡ് എന്ത് ചെയ്യും, SQL നമ്മൾ സപ്പോർട്ട് ചെയ്യും എന്താണ് ഡേറ്റ ക്യൂറിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അല്ലെ. അപ്പം ഇതിനകത്ത് എന്താണ് ഈ ഒരു ഒറാക്കിള്, MySQL, SQL സെർവർ എന്നൊക്കെ പറയുന്നത് എന്താണ്, RDBMS ഫോളോ ചെയ്യുന്നതാണ്. അത് ഫോളോ ചെയ്യാത്ത ആര് മാത്രമാണ്, ഫോക്സ് പ്രോ ആണ്. അപ്പൊ ഫോക്സ് പ്രോ എന്തുകൊണ്ടാണ് RDBMSനകത്ത് കൺസിഡർ ചെയ്തത്, ഫോക്സ് പ്രോ എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റ് ഡെവലപ്പ് ചെയ്തതാണ്, ഒരു DBMS ആണ്. അത് പ്രൊസീജിയറൽ പ്രോഗ്രാമിംഗ് ആണ് എന്ത് ചെയ്യുന്നത്, സപ്പോർട്ട് ചെയ്യുന്നത്. ഡേറ്റ മാനിപ്പുലേഷൻ, ബിൽഡിംഗ് ആയിട്ടുള്ള ഡേറ്റാബേസ് എഞ്ചിൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ആള് സപ്പോർട്ട് ചെയ്യുന്നത്. സോ ഇത് ഫുള്ളി ഇംപ്ലിമെന്റഡ് റിലേഷണൽ ഫീച്ചേഴ്സ് അല്ല. അതായത് റെഫറൻഷ്യൽ ഇന്റഗ്രിറ്റി എന്ത് ചെയ്യാ, കംപ്ലീറ്റ്ലി ഇതാക്കുന്നില്ല. ഫുള്ളി നോർമലൈസ്ഡ് ഡേറ്റ ടേബിൾ സ്ട്രക്ചേഴ്സ്, അഡ്വാൻസ്ഡ് റിലേഷണൽ കൺസ്ട്രെയിൻസ് ആൻഡ് ജോയിൻസ് ഇതൊന്നും ഉണ്ടായിരിക്കത്തില്ല. സോ ഇറ്റ്സ് മോർ അക്യുറേറ്റ്ലി എന്താ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ഫയൽ ബേസ്ഡ് DBMS എന്നാണ് നമ്മൾ ഈ ഒരു ഫോക്സ് പ്രോനെ വിളിക്കുന്നത്. ലിമിറ്റഡ് ആയിട്ടുള്ള റിലേഷണൽ ഫീച്ചേഴ്സ് ഉള്ള ഒരു ഫയൽ ബേസ്ഡ് DBMS എന്നാണ് നമ്മൾ ആരെ വിളിക്കുന്നത്, ഈ ഒരു ഫോക്സ് പ്രോയിനെ നമ്മൾ വിളിക്കുന്നത്. സോ ആൻസർ എന്ന് പറയുന്നത് എന്താണ്, ഓപ്ഷൻ എ ഫോക്സ് പ്രോ ആണ്. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അടുത്ത ഒരു നെക്സ്റ്റ് 20 ക്വസ്റ്റ്യൻസ് ആയിരുന്നു, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയ 20 ക്വസ്റ്റ്യൻസും അതിന്റെ സോഴ്സസും ആയിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. പ്രീവിയസ് ഇയർലി ചോദിച്ചിട്ടുണ്ടായിരുന്നായിരുന്നു. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും, ഈ പാറ്റേണിലൊക്കെ ആയിരിക്കും വരാൻ സാധ്യതയുള്ള. ഈ ടോപ്പിക്സ് ഒക്കെ നല്ലോണം കവർ ചെയ്ത് പോവുക. നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓരോ മൊഡ്യൂളിലെയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ്, ഓരോ മൊഡ്യൂളിന്റെ വെയിറ്റേജ് എന്താണെന്ന് എന്നുള്ളതൊക്കെ നമ്മൾ വീഡിയോ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ജസ്റ്റ് ഗോ ത്രൂ ചെയ്ത് പോവുക. പിന്നെ പറഞ്ഞല്ലോ, മെയിൻലി നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി സിസ്റ്റം മെയിൻ്റനൻസ് ICTSത്തിന്റെ മെയിൻ ടെക്സ്റ്റ് ബുക്ക് ആണ്. ഫസ്റ്റ് ഇയറിന്റെ സെക്കൻഡ് ഇയറിന്റെ NSQF ലെവൽ 4ന്റെ ടെക്സ്റ്റ് ബുക്ക് ആണ്. നിങ്ങൾ ഏത് വേർഷൻ കിട്ടിയാൽ, ഏത് എഡിഷൻ കിട്ടിയാലും കുഴപ്പമില്ല, ആ എഡിഷനുള്ള ടെക്സ്റ്റ് ബുക്ക് വെച്ച് തന്നെ പഠിക്കുക. അതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഈ ചെയ്യുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം ആ ടെക്സ്റ്റ് ബുക്കിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. സോ മെയിൻലി അത് തന്നെ ഫോക്കസ് ചെയ്ത് പോവാം. പിന്നെ എക്സ്റ്റേണൽ സോഴ്സസ് ആയിട്ട് തന്നെ ഓരോ ക്വസ്റ്റ്യൻസിന്റെയും താഴെ ആ ക്വസ്റ്റ്യനെ റിലേറ്റഡ് ഉള്ള ഡേറ്റാസും കാര്യങ്ങളുള്ള ടെക്സ്റ്റ് ബുക്കും കാര്യങ്ങളും ഒക്കെ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട്. ഓക്കെ, സോ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. നമുക്കിനി ബാക്കി കണ്ടിന്യൂഷൻ ആയിട്ട് അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസും സോഴ്സ് ഡിസ്കഷനുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.